സ്ക്രീൻ പോയിട്ടുണ്ട്, വരൂലേ? ഓക്കെ. റെക്കോർഡ് ഓൺ ആയിക്കണോ? ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. നമ്മുടെ മാരത്തൺ റിവിഷന്റെ മറ്റൊരു ദിവസത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ബ്ലോക്കിൽ 5 യൂണിറ്റുകൾ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പഠനം അതിന്റെ പകുതിയോളം എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് 29 യൂണിറ്റ് ആണ് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതൊരു 15 എണ്ണം നമുക്ക് ഇന്ന് കവർ ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി 5 എണ്ണം ഇന്നലെ കംപ്ലീറ്റ് ആയി. ഇന്ന് ഈ ഒരു സെഷനിൽ, അതായത് ഇപ്പോൾ തുടങ്ങി 6 മണിക്കുള്ളിൽ അവസാനിക്കുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ ഒരു 5 യൂണിറ്റുകൾ എന്തായാലും കവർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. രാത്രിയുടെ സെഷനിൽ അടുത്ത 5 യൂണിറ്റുകൾ, അതായത് ബ്ലോക്ക് 3-യിലെ 5 യൂണിറ്റുകൾ ഉൾപ്പെടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തോട് കൂടി ഒരു പകുതിയോളം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും എളുപ്പമുള്ള ഭാഗങ്ങളാണ് നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ തന്നെ അത് കവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു ശതമാനം നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി വരാനുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടി ഒന്ന് എഫേർട്ട് കൊടുക്കേണ്ട ഏരിയകളാകാം. പ്രത്യേകിച്ച് ബ്ലോക്ക് 5-ലെയും ബ്ലോക്ക് 6-ലെയും ഒക്കെ ചില ഭാഗങ്ങൾ കുറച്ചധികം എഫേർട്ട് കൊടുക്കേണ്ട ഏരിയകളാണ്. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ കേവലം പാർട്ടുകൾ മാത്രമാണ്. ഡയറക്റ്റ് ചോദ്യങ്ങൾ മാത്രം വരുന്ന സിമ്പിളായ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഭാഗം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റുകളാണ് നമുക്ക് ഇന്ന് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ഫങ്ഷൻസ്, ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ അപര്യാപ്തതകൾ, പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള മീഡിയ, അതുപോലെ സംഘം ഏരിയകൾ വരുന്ന തേർഡ് യൂണിറ്റിൽ ചെറുതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റിലേക്ക് കടക്കാം. മാസ് കമ്മ്യൂണിക്കേഷൻ. സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്തോളൂ. അല്ല, ഫസ്റ്റ് യൂണിറ്റ് പേജ് നമ്പർ 4 എടുത്തു നോക്കൂ. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷന്റെ ഇൻട്രൊഡക്ടറി ആസ്പെക്റ്റുകളാണ് നമുക്ക് അവിടെ പറയാനായിട്ടുള്ളത്. അതിൽ എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ഡെഫിനിഷൻസിനെ കുറിച്ചും അതിന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉണ്ടാവുക. ഹലോ, പേജ് നമ്പർ 4 ആണോ? 22 അല്ലേ? 4 അല്ല, ഞാൻ സ്ലൈഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ബാസു സാറോട് പറഞ്ഞതാണ്. അതിന്റെ മുമ്പത്തെ ചാപ്റ്റർ ആണ് സാർ. ഇത് സെക്കൻഡ് യൂണിറ്റ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ആ PDF നിലവിലിപ്പോ ഇവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന PPT 19ാമത്തെ പേജാണ് കാണിക്കുന്നത്. അതിന്റെ ഒരു 4th 5th പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ? ഹലോ ബാസു സാർ, കേൾക്കുന്നില്ലേ? ഹലോ, ഞാൻ ഷെയർ ചെയ്യണോ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ബാസിൽ സാർ?
ബാസി സാർ കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഞാൻ ഷെയർ ചെയ്താലോ? എങ്ങനെ കേൾക്കുന്നില്ല. ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ ആണോ ഫസ്റ്റത്തെ യൂണിറ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഞാൻ അയച്ചെന്ന PDF-ലെ ഫിഫ്ത്ത് പേജ്. നിലവിൽ പ്ലേ ചെയ്യുന്നത് പേജ് നമ്പർ അതെ. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. ഒരു ഇൻകൺവീനിയൻസിൽ സോറി ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഫസ്റ്റത്തെ യൂണിറ്റ് എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അതിന്റെ കുറച്ച് ഡെഫിനിഷൻസും പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും എന്തൊക്കെയാണ് അതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ആകെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത സ്കോളേഴ്സ് നൽകിയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തെല്ലാം സവിശേഷതകളാണ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് എന്നുള്ള ഒരു 8 സവിശേഷതകൾ. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന്റെ പ്രസക്തി എന്താണ് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻസ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിന്റെ ഒരു ഡെഫിനിഷനെങ്കിലും നമ്മൾ എഴുതിയിരിക്കല് നിർബന്ധമാണല്ലോ. അപ്പോൾ ആ ഡെഫിനിഷൻസിൽ നിന്നും കൃത്യമായ ഒരു സംഗതി നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അതും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാർ അടുത്ത സ്ലൈഡ് എടുത്തോളൂ. ഓക്കെ. അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് ഷെയറിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് വിത്ത് എ ലാർജ് ആൻഡ് ഡൈവേഴ്സ് ഓഡിയൻസ് ത്രൂ ചാനൽസ് ലൈക്ക് TV, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ ആൻഡ് ഇന്റർനെറ്റ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷന്റെ വ്യത്യസ്ത ടൈപ്പുകൾ? ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മാസ് കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ അതും ഒരു ആശയങ്ങളുടെ കൈമാറ്റം തന്നെയാണ്. പക്ഷെ ഇവിടെ വ്യതിരിക്തമായിട്ടുള്ളത് ലാർജ് ആൻഡ് ഡൈവേഴ്സ് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇടപെടുമ്പോഴും പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇടപെടുമ്പോഴും ആരാണ് ഓഡിയൻസ്, എത്ര ആളാണ് ഉള്ളത്, ആരൊക്കെയാണ് നമ്മൾ കാണുകയോ അറിയുകയോ ചെയ്യുന്നുണ്ട്. നല്ലൊരു മാസ് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് ഓഡിയൻസ് ആണ്, ഡൈവേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് അതിലുണ്ടാവുക. അത് ആരാണെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാകില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഷെയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് എത്രയോ ആളുകൾ അത് കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. മില്യൺ കണക്കിന് ആളുകൾ ചിലപ്പോൾ ആ ഒരു പോസ്റ്റിന് റീച്ച് കിട്ടിയേക്കും. അത് ആരാണെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അത്രയും ഡൈവേഴ്സ് ആയ ആളുകളിലേക്ക് എത്തുന്ന ഒരു ആശയവിനിമയ പ്രക്രിയയാണ് നമ്മൾ ബഹുജന ആശയവിനിമയം അഥവാ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാറുള്ളത്. ആൻഡ് ഇറ്റ് ഷേപ്പ് ഹൗ പീപ്പിൾ തിങ്ക് ആൻഡ് ആക്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവൃത്തിയുടെ പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ചിന്തയെ, അവരുടെ ആലോചനകളെ സ്വാധീനിക്കാൻ മാസ് കമ്മ്യൂണിക്കേഷൻ സാധിക്കും. കാരണം ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരേ നിമിഷം മില്യൺ കണക്കിന് ആളുകളിലേക്ക് എത്തുന്നത് കൊണ്ട് അത്രയും ആളുകളുടെ ആലോചനകളെ രൂപപ്പെടുത്തുന്നിടത്ത് ഇത്തരത്തിലുള്ള മാസ് കമ്മ്യൂണിക്കേഷന് ചെറുതല്ലാത്ത പങ്കുണ്ട്. അപ്പൊ ജേർണലിസ്റ്റുകൾ, ബ്ലോഗേഴ്സ്, പരസ്യം ചെയ്യുന്ന അഡ്വർടൈസേഴ്സ്, അതുപോലെ തന്നെ ഫിലിം മേക്കേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഈ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നത് അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉണ്ടാവുക. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് ക്രിറ്റിക്കൽ തിങ്കിങ് ഈസ് നീഡഡ് ടു അനലൈസ് ഹൗ മീഡിയ ഷേപ്സ് ബിലീഫ്സ് ആൻഡ് ബിഹേവിയർ. ആളുകളുടെ ആലോചനകളെ അതുപോലെ തന്നെ വിശ്വാസങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നിടത്ത് മാസ് മീഡിയക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മീഡിയ കോണ്ടന്റുകളെ കൂടുതൽ ശ്രദ്ധയോടുകൂടി കുറച്ചുകൂടി വിമർശന ബുദ്ധിയോടെ ആ കോണ്ടന്റുകളെ വിലയിരുത്തുകയും വ്യാഖ്യാനിക്കുകയും അതിൽ ഏറ്റവും നല്ലത് മാത്രം തെരഞ്ഞെടുത്ത് ബാക്കിയുള്ളതിനെ തള്ളിക്കളയാനുള്ള ഒരു വിവേക ബുദ്ധി മനുഷ്യർ കാണിക്കേണ്ടതുണ്ട് എന്നുള്ള ബേസിക് കാര്യമാണ് നമ്മളവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് കടക്കാം. ഡെഫിനിഷൻസ് ആണ്, വ്യത്യസ്ത സ്കോളേഴ്സ് നൽകിയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ബ്ലോക്കിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഒരു പക്ഷേ ഇവിടെ ചോദിക്കാനുള്ള സാധ്യത റൈറ്റ് എ ഡെഫിനിഷൻ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചേക്കാം. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ 2 എണ്ണം എഴുതാൻ ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള 2 എണ്ണം എഴുതിയാൽ മതി. അപൂർവമായിട്ട് മാത്രമേ 5 മാർക്കിനൊക്കെ ഡെഫിനിഷൻസ് മാത്രമായിട്ട് ചോദിക്കലുള്ളൂ. അപ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് എഴുതേണ്ടി വരും. കൂടുതലും 1-2 എണ്ണം മാത്രമേ ആവശ്യം വരാറുള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് പഠിക്കുക. ചുരുങ്ങിയത് ഒന്നെങ്കിലും പഠിക്കൽ നിർബന്ധമാണ്.
അപ്പോൾ അത് ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ഡെഫിനേഷൻ ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ജോസഫ് ഡൊമിനിക് എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഒരു ഡെഫിനേഷൻ എഴുതാനായിട്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് ആരുടെ ഡെഫിനിഷൻ ആണോ ആ നിർവചനം വളരെ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അതിന്റെ ആ നിർവചനം രൂപപ്പെടുത്തിയ ആളുടെ പേരും കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു പോയിന്റിൽ പ്രസക്തമാണ്. ദ പ്രോസസ് ബൈ വിച്ച് എ പേഴ്സൺ, ഗ്രൂപ്പ് ഓർ പീപ്പിൾ ഓർ ലാർജ് ഓർഗനൈസേഷൻ ക്രിയേറ്റ്സ് എ മെസ്സേജ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ് ത്രൂ സം ടൈപ്സ് ഓഫ് മീഡിയം ടു എ ലാർജ് അനോണിമസ് ആൻഡ് ഹെട്രോജീനിയസ് ഓഡിയൻസ്. ജോസഫ് ഡൊമിനിക് നൽകിയിട്ടുള്ള ഒരു നിർവചനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അദ്ദേഹം ഈ മാസ് കമ്മ്യൂണിക്കേഷനെ ഒരു പ്രക്രിയയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ പ്രക്രിയയിൽ വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സംഘം ആളുകളോ അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാപനമോ എന്ത് ചെയ്യുന്നു, വലിയ അളവിൽ മെസ്സേജുകളും മറ്റുമൊക്കെ ഒരു നിശ്ചിത ഓഡിയൻസിലേക്ക് കൈമാറുകയാണ്. ആ ഓഡിയൻസിന്റെ പ്രതി ചെയ്യുമ്പോൾ അതിൽ ലാർജ് ഓഡിയൻസ് ഉണ്ട്, അത് അനോണിമസ് ആണ്. ഒരു മില്യൺ കണക്കിന് റീച്ച് ചെയ്തിട്ടൊരു പോസ്റ്റ് ആ മില്യൺ കണക്കിന് ആളുകൾ എന്ന് പറയുമ്പോൾ ആ ലക്ഷക്കണക്കിന് ആളുകൾ അത് ആരാണെന്ന് നമുക്കറിയില്ല. നമുക്ക് അറിയാവുന്നസ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണ് ഈ ഒരു കണ്ടന്റ് പാസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അവിടെ ജോസഫ് ഡൊമിനിക് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിർവചനം. അവിടെ ആ ഒരു പ്രോസസ് എന്നുള്ള പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓഡിയൻസ് ലാർജും അനോണിമസും ഹെട്രോജീനിയസുമാണ്. അതായത് നമുക്ക് അറിയാത്ത, നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത വൈവിധ്യമാർന്ന ആളുകളിലേക്ക് അത് എത്തുന്നു എന്നുള്ളത്. പിന്നെ വരുന്ന രണ്ടാമത്തെ ഒരു ഡെഫിനിഷനാണ് ഗ്ലെൻ സ്പാർക്കും അതുപോലെ തന്നെ ലേരി ഫിഷറും നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അവർ ഇതിനെ ഒരു പ്രക്രിയയായിട്ടല്ല കണ്ടിട്ടുള്ളത്, മറിച്ച് ഒരു പഠനമായിട്ടാണ്. ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ആൻഡ് എൻറ്റിറ്റീസ് റിലേ ഇൻഫോർമേഷൻ ത്രൂ മാസ് മീഡിയ ടു ലാർജ് സെഗ്മെന്റ്സ് ഓഫ് പോപ്പുലേഷൻ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം ഒരുപാട് ആളുകളിലേക്ക്, ഒരു ജനസംഖ്യയുടെ വലിയൊരു ശതമാനം ആളുകളിലേക്ക് എങ്ങനെയാണ് ജനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഒരു കണ്ടന്റ് പാസ് ചെയ്യുന്നത്, അതായത് മാസ് മീഡിയ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ബഹുജന ആശയവിനിമയം നടത്തുന്നത് എന്നുള്ള പഠനത്തെയാണ് അവർ ആശയവിനിമയം എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷനിൽ അത് പ്രക്രിയയായിട്ടാണ് ജോസഫ് ഡൊമിനിക് കണ്ടത്. ഗ്ലെൻ സ്പാർക്കിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ അതൊരു പഠനമാണ്, അത് സ്റ്റഡി ആയിട്ടാണ് അവർ കാണുന്നത്. ടിപ്പിക്കലി യൂസിങ് ടെക്നോളജി സച്ച് എസ് റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്. അപ്പോൾ ആ മാധ്യമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ പ്രക്രിയ നടക്കുന്നത് എന്നുള്ള പഠനം, അതാണ് ഗ്ലെൻ സ്പാർക്കിന്റെ ഒരു പോയിന്റ്. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ അവിടെ നോട്ട് ചെയ്യേണ്ടത് ജോസഫ് ഡൊമിനിക് പഠനം എന്നുള്ള അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. Then the communication of information from a single source to multiple audience, typically mediated by technology or infrastructure. അതാണ് ജോൺ പെവ്ലിക്കും അതുപോലെ തന്നെ ഷോൺ മെക്ലൻഡോഷും നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അത് ചെറിയൊരു ഡെഫിനിഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ, ഇവിടെ അതിനൊരു ആശയവിനിമയം എന്ന് നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രക്രിയ, ഒരിടത്ത് പഠനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ടെക്നോളജിയോ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളോ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിംഗിൾ സോഴ്സിൽ നിന്നും, ഒരു ഏക സ്രോതസ്സിൽ നിന്നും ബഹുജന മാധ്യമങ്ങളിലേക്ക് ആശയവിനിമയം നടത്തുന്ന ആ തരത്തിലുള്ള ആശയവിനിമയത്തെയാണ് ജോൺ പെവ്ലിക്ക് ഇവിടെ എന്തായിട്ട് കണ്ടിട്ടുള്ളത്, ഒരു ആശയവിനിമയം എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യമേ പരിചയപ്പെടാനുള്ള ഒരു 3 ഡെഫിനിഷൻസ്. അതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് കടക്കാം. ഇനി വരുന്നത് ഒരു 3 എണ്ണം കൂടിയുണ്ട്. അപ്പൊ ഇതിൽ പരമാവധി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയത് പഠിക്കുകയാണ് കേട്ടോ വേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് വിവരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റുന്നത് അത് പഠിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ദ ട്രാൻസ്മിഷൻ ഓഫ് എ മെസ്സേജ് ഫ്രം എ സെൻഡർ ടു എ ലാർജ് ഓഡിയൻസ് വിയ എ മാസ്. സാർ ഇടയ്ക്ക് സ്ലൈഡ് പോകുന്നുണ്ടോ സാർ? ഹലോ, ഇപ്പൊ സ്ലൈഡ് കാണുന്നില്ല. കണക്ഷന്റെ വിഷയം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡോടെ മെസ്സേജ് കൈമാറുന്ന പ്രക്രിയയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ബാരൻ ആൻഡ് ഡേവിസ് എന്നുള്ള സ്കോളേഴ്സ് നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ അവരിവിടെ ആശയവിനിമയമാണോ എന്നുള്ളതൊന്നല്ല, മറിച്ച് ആ ചെയ്യുന്ന ആളുകളുടെ, അറബിയിൽ പറഞ്ഞാൽ അവരുടെ നെയ്യത്താണ് ഇദ്ദേഹം ഇവിടെ പരിഗണിച്ചിട്ടുള്ളത്. അതായത് അവരെന്ത് ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകളുടെ
ആലോചനകളെ സ്വാധീനിക്കണം. അപ്പൊ ഒരു പരസ്യം കൊടുക്കുമ്പോൾ അത്രയും ആളുകൾക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തോന്നാം എന്നൊക്കെയുള്ള ചില നിശ്ചയദാർഢ്യത്തിന്റെ പുറത്താണ് അവരിത് ചെയ്യുന്നത്. അവിടെ ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ബാരൻ ആൻഡ് ഡേവിസ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഇന്റൻഷൻ ഓഫ് ഇൻഫ്ലുവൻസിങ്, ഒരാളെ സ്വാധീനിക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സ്ക്രീൻ ഇപ്പൊ നിലവിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയാം. The process whereby media organization produce and transmit messages to large publics and the ways in which those messages are interpreted and evaluated by those public. അതാണ് പിന്നീട് അടുത്തതായിട്ട് വരുന്ന ഒരു ഡെഫിനിഷൻ. അതായത് ഡെനിസ് മക്വെലിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ വരുന്നത്. ഇവിടെയും അദ്ദേഹം ഇതിനൊരു പ്രവർത്തനമായിട്ട് പ്രോസസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അവിടെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് മീഡിയ ഓർഗനൈസേഷനുകൾ, അതായത് വ്യത്യസ്തമായ മാധ്യമ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് അനുയോജ്യമായ രൂപത്തിൽ ഒരു മീഡിയ കോണ്ടന്റിനെ ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് അവർക്ക് കൈമാറുന്നത്, ആ പഠനത്തെ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ആര് വിളിച്ചു? ഡെൻ മക്വെൽ വിളിച്ചു. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഈ ഡെഫിനിഷൻസ് തമ്മിലുള്ളൂ. അതിനെക്കുറിച്ച് വല്ലാതെ നിങ്ങൾ വറീഡ് ആകേണ്ടതില്ല. അടുത്തതായിട്ട് ലിറ്റിൽ ജോൺ ആൻഡ് ഫോസ് എന്നവരുടെ ഒരു ഡെഫിനിഷൻ ആണ്. ഹാവ് പ്രൊവൈഡഡ് എ ഡെഫിനിഷൻ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇൻവോൾവ്സ് the transmission of message from media organizations to a large audience as well as the process by which these messages are received, comprehended and influenced by the public. അപ്പോൾ പിൽക്കാലത്ത് പിന്നീട് ലിറ്റിൽ ജോൺ ആൻഡ് ഫോസ് അവർ വളരെ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള സ്കോളേഴ്സ് ആണ്. അവരുടെ ഒരു നിർവചന പ്രകാരം അവർ കൊണ്ടുവന്നിട്ടുള്ള പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു നിശ്ചിത സ്രോതസ്സിൽ നിന്നും ഒരുപാട് ആളുകളിലേക്ക് അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ഓഡിയൻസിലേക്ക്, ലാർജ് ഓഡിയൻസിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയ എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ആളുകൾ അതിനെ സ്വീകരിക്കുന്നത്, പ്രേക്ഷകർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, ആ പരസ്യം കണ്ടതുകൊണ്ട് അവർ സാധനം വാങ്ങുന്നുണ്ടോ, അങ്ങനെ അത്തരം സംഗതികൾ. ഇൻഫ്ലുവൻസ് ബൈ ദ പബ്ലിക്, എങ്ങനെയാണ് പൊതുജനം സ്വാധീനിക്കപ്പെടുന്നത് എന്നുള്ള. അപ്പോൾ കേവലം ആ പ്രക്രിയ എന്നുള്ളത് മാത്രമല്ല, ആ പ്രക്രിയ ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ട് കൂടി മാസ് കമ്മ്യൂണിക്കേഷന്റെ പഠനശാഖയിൽ വരുന്നുണ്ടെന്നാണ് ലിറ്റിൽ ജോണിന്റെയും ഫോസിന്റെയും ഒരു ഡെഫിനിഷൻ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡെഫിനിഷൻസിന്റെ ഭാഗത്ത് കാര്യമായിട്ട് പറയാനുള്ളത്. സാർ അടുത്ത സ്ലൈഡ് എടുത്തോളൂ. അപ്പോൾ വ്യത്യസ്തമായ ഡെഫിനിഷൻസ് ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലിക്ക് ആകുന്ന ചില സാധനങ്ങൾ ഉണ്ടാകും. അതിമേ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതുവരെ പറഞ്ഞ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യുന്ന സമയത്ത് ജോസഫ് ഡൊമിനിക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സെൻഡിങ് മെസ്സേജസ്, ആ മെസ്സേജസ് അയക്കുക എന്നുള്ള പ്രക്രിയ, അതിനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സ്പാർക്സ് ആൻഡ് ഫിഷറിലേക്ക് വരുന്ന സമയത്ത് സ്റ്റഡി ഓഫ് മാസ് മീഡിയ, അവിടെ അദ്ദേഹം ഈ ഒരു മാസ് മീഡിയയെ കുറിച്ചുള്ള പഠനമാണ്, പ്രക്രിയ എന്നുള്ളത് കവിഞ്ഞ ഒരു പഠനത്തെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പെവലിക് ആൻഡ് മക്കൻഡിഷിലേക്ക് വരുന്ന നമ്മുടെ ഇൻഫോർമേഷൻ ഏക മാധ്യമത്തിൽ നിന്നും അല്ലെങ്കിൽ ഏക സ്രോതസ്സിൽ നിന്നും ഒരുപാട് ആളുകളിലേക്ക് ആശയം കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു ആശയങ്ങളുടെ ഒരു ഒഴുക്കുണ്ടല്ലോ, ആ ഒരു പോക്കിനെയാണ്, ഇൻഫോർമേഷൻ ഫ്ലോയാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാരൻ ഡേവിസിലേക്ക് വരുന്ന സമയത്ത് ടു ഇൻഫ്ലുവൻസ് ഓഡിയൻസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു നെയ്യത്തുണ്ടെന്നാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കേവലം ഒരു പ്രക്രിയ എന്നുള്ളത് കവിഞ്ഞ് ആളുകളെ സ്വാധീനിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യുമ്പോൾ അത് മാസ് കമ്മ്യൂണിക്കേഷൻ ആകുമെന്ന് അവർ പറയുന്നു. ഡെനിസ് മക്വെലേക്ക് വരുന്ന സമയത്ത് മീഡിയ ഓർഗനൈസേഴ്സ് പ്രൊഡ്യൂസ് ആൻഡ് ട്രാൻസ്മിറ്റ് മെസ്സേജസ് എന്നുള്ള ഒരു സംഗതി, അവിടെ മീഡിയ ഓർഗനൈസേഴ്സിനാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇവിടെ നമുക്ക് വിഷയങ്ങൾ പറയാനുണ്ടാവുക. പിന്നെ ലിറ്റിൽ ജോണിലേക്ക് പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, കേവലം ആ ഒരു മെസ്സേജ് അയക്കുക എന്നുള്ളത് മാത്രമല്ല, എങ്ങനെയാണ് പൊതുജനം അതിനെ കാണുന്നത് എന്നത് കൂടി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ സ്പ്രെഡ് ഓഫ് മെസ്സേജസ് ഫ്രം ആൻ എൻറ്റിറ്റി ടു എ ബ്രോഡ് ഓഡിയൻസ്. അതായത് ഒരു നിശ്ചിത എൻറ്റിറ്റിയിൽ നിന്നും, ഒരു ഏക സ്രോതസ്സിൽ നിന്നും ഒരുപാട് ആളുകളിലേക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തുമ്പോൾ അത് മാസ് കമ്മ്യൂണിക്കേഷൻ ആയി. അപ്പോൾ ആ രണ്ട് ടേംസ് ശ്രദ്ധിക്കുക. ഒന്ന് ബ്രോഡ് ഓഡിയൻസ്, അതായത് ഒരുപാട് ആളുകൾ ഇത് സ്വീകരിക്കുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ ഏതാണ്? ടെക്നോളജി ഡ്രിവൺ ആണ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിച്ച SNCR, അതായത് അയക്കുന്നയാള്, അയക്കപ്പെടുന്ന മെസ്സേജ്, അതുപോലെ തന്നെ CR ചാനലും റിസീവറും. അപ്പൊ ഇവിടെ ചാനൽ എന്ന് പറയുന്നത് ടെക്നോളജിയിൽ ഡ്രിവൺ ആയിരിക്കും, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ മാത്രം സാങ്കേതിക വിദ്യയിലുള്ളതായിരിക്കും. ദെൻ R എന്ന് പറയുമ്പോൾ അത് ആരാണ്? ബ്രോഡ് ഓഡിയൻസ് ആണ്. ഒന്നോ രണ്ടോ ആളുകളായിരിക്കില്ല, ലക്ഷക്കണക്കിന് ആളുകൾ അതിലുണ്ടാകും. ബ്രോഡ് ഓഡിയൻസ് ആണ്, വളരെ വിശാലമായ വൈജാത്യമായ ഓഡിയൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അടുത്ത ഭാഗം ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. ഇനി നമുക്ക് നേരെ കടക്കേണ്ടത് സെക്കൻഡ്, അതായത് സ്ലൈഡ് നമ്പർ 12ലേക്കാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇനി ചാപ്റ്ററിൽ അതാണ് പറയാനുള്ളത്.
ആസിഫ് സാർ സ്ലൈഡ് 12 എടുക്കൂ. അപ്പൊ ഡെഫിനിഷൻസ് പഠിച്ചു. പിന്നെ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ഒരു 8 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 8ഉം ഏറെക്കുറെ ഇന്റർ കണക്റ്റഡ് ആണ്, വലിയ വ്യത്യാസമൊന്നും അവ തമ്മിലില്ല. അപ്പൊ ആദ്യത്തെ 4 നോക്കിയാൽ തന്നെ ചിലത് രണ്ടും സെയിം അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് വിശദമാക്കി എഴുതാനായിട്ട് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ആ പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഈ വിശദീകരണം ഒന്നും പഠിക്കേണ്ടതായിട്ട് വരില്ല. ആ 8 പോയിന്റ് എന്താണെന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതാണ് പറഞ്ഞത്, ഈ പാഠം വളരെ സിമ്പിൾ ആണ് എന്നുള്ളത്. ഒന്നാമത്തെ സവിശേഷത എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ലാർജ് ആൻഡ് ഹെട്രോജീനിയസ് ഓഡിയൻസ് ആണ്. ഒരുപാട് ഓഡിയൻസ് ഉണ്ടാകും, വളരെ വിശാലമായ മില്യൺ കണക്കിന് ഓഡിയൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. വ്യത്യസ്ത പ്രായത്തിലുള്ള, വ്യത്യസ്ത മതങ്ങളുള്ള, വ്യത്യസ്ത സാമൂഹിക വിഭാഗത്തിൽ വരുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക പോലും ചെയ്യാത്ത അത്രയും വലിയ ഓഡിയൻസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത, ഈ ഓഡിയൻസ് എന്താണ്, സ്കാറ്റേർഡ് ആണ്, ചിതറിക്കിടക്കുന്നവരാണ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ആ ഒരു ക്ലാസ് റൂമിലെ, അല്ലെങ്കിൽ ആ ഒരു സെമിനാർ ഹാളിലെ, അല്ലെങ്കിൽ ആ ഒരു സമ്മേളന സ്ഥലത്തെ ആളുകൾ ആ ഒരു ഏരിയക്ക് അകത്തുള്ള ആളെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇവരെന്തല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, ഫേസ്ബുക്കോ ട്വിറ്ററോ വഴി ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്നത് ഒരാൾ ഇന്ത്യയിലായിരിക്കും, അപ്പുറത്തെ ആൾ അമേരിക്കയിലായിരിക്കും. അപ്പോൾ ജോഗ്രഫിക്കൽ ഏരിയാസ് ഒന്നും അവരെ ബാധിക്കാത്ത വിധം ചിതറിക്കിടക്കുന്ന ഒരു ഓഡിയൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് ശ്രദ്ധേയാണ്. മൂന്നാമത്തേത് കോമൺ മെസ്സേജസ് ആണ്. എല്ലാവർക്കും ഒരേ സന്ദേശം തന്നെയാണ് ഒരേ സമയം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രസംഗിച്ചു, ചിലപ്പോൾ അതേ വിഷയം മറ്റൊരു സ്ഥലത്ത് പോയി പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ മാറും, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകളൊക്കെ മാറും. എന്നാൽ ഇവിടെ കോമൺ മെസ്സേജ് ആണ്. മാസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ഈ എല്ലാ ഓഡിയൻസിനും എത്ര റീച്ച് കിട്ടുന്നുണ്ടോ അവർക്കൊക്കെ ഒരേ മെസ്സേജ് ആണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പിന്നെ ഇവിടെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മീഡിയയുടെ ഉപയോഗമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്നോളജിക്കലി ഡ്രിവൺ ആണ് എന്നുള്ളത്. റേഡിയോ, TV, ന്യൂസ് പേപ്പർ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള മെക്കാനിക്കൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ്, ഇനി 5th പോയിന്റ് ആണ് പറയാനുള്ളത്. 5th പോയിന്റ് എന്നുള്ളത് റാപ്പിഡ് ആൻഡ് കണ്ടിന്യൂസ് ഡിസിമിനേഷൻ എന്നുള്ളതാണ്. ഡിസിമിനേഷൻ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. വളരെ വേഗത്തിലും വളരെ വ്യാപ്തിയിലും ഇതിന്റെ വിതരണം നടക്കും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഉദാഹരണത്തിന് ഒരു പത്രവാർത്ത, അതിന്റെ കോപ്പീസ്, ആയിരക്കണക്കിന് കോപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സമയം നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ മറ്റൊരു സമ്മേളനം നടത്തി കഴിഞ്ഞാൽ അത്രയും നമുക്ക് ചെലവ് കൂടുതലാണ്. എന്നാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ പ്രതിദിനം എന്ത് ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ ഏറെ ആളുകളിലേക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആറാമത്തെ ഒന്ന് ഡയറക്റ്റ് ഫീഡ്ബാക്ക്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് പറ്റും. ഒരു വൺ വേ പ്രോസസ്സ് ആണ് എന്നുണ്ടെങ്കിലും ആബ്സെൻസ് ഓഫ് ഡയറക്റ്റ് ഫീഡ്ബാക്ക്, അതായത് നമുക്ക് പെട്ടെന്ന് ഫീഡ്ബാക്ക് എടുക്കുന്ന വിഷയത്തിൽ പലപ്പോഴും പാളിച്ച പറ്റുന്നുണ്ട്. അതായത് ഒരു വൺ വേ പ്രോസസ് ആണ്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് പ്രതികരണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ആരെങ്കിലും ആ പോസ്റ്റ് കണ്ട് പിന്നെ അവർ മറുപടി നൽകി കമന്റ് ഇടുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ അതിനുള്ള മറുപടി കിട്ടുന്നുണ്ടാവുക. അപ്പൊ പലപ്പോഴും ഇതിന്റെ ഫീഡ്ബാക്ക് ലിമിറ്റഡ് ആയി പോകുന്ന ഒരു പ്രശ്നം ഇതിനുണ്ട് എന്നുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ കാണാൻ കഴിയും. ദെൻ പ്രൊഫഷണൽ അസിസ്റ്റൻസ് ഈസ് റിക്വയർഡ്. അതായത് ഈ ഒരു മെസ്സേജ് ഉണ്ടാക്കുന്നിടത്ത്, അതിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സും എഡിറ്റേഴ്സും എഴുത്തുകാരും ഇപ്പോ അഭിനേതാക്കളും അതുപോലെ തന്നെ ഔദ്യോഗിക സ്വഭാവമുള്ള വക്താക്കൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളൊരു പോയിന്റ് കൂടി. ഇത് പ്രൊഫഷണൽ സഹായം അനിവാര്യമാണ്. ദെൻ യൂസ് ഓഫ് മോഡേൺ ടെക്നോളജിയാണ് മറ്റൊരു സംഗതി. പുതിയ കാലത്തെ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് മറ്റൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഈ 8 പോയിന്റ് നിർബന്ധമായിട്ട് പഠിക്കുക. മാസ് കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബാക്കിയുള്ളതൊന്നും ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഡെഫിനിഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിനൊക്കെ. 5 മാർക്കിന് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ നിന്നുള്ളത്. ഡെഫിനിഷൻ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ എഴുതിയാ പോരെ? ആ മാർക്കിനനുസരിച്ചാട്ടോ. 1 മാർക്കിനോ 2 മാർക്കിനോ ആണെങ്കിൽ ഒറ്റൊന്ന് എഴുതിയാൽ മതിയാവും. പിന്നെ അഥവാ ചിലപ്പോൾ അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ 5 മാർക്കിന് റൈറ്റ് അബൌട്ട് ഡെഫിനിഷൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ 5 മാർക്കല്ലേ, അപ്പൊ ചുരുങ്ങിയതിൽ 3-4 എഴുതേണ്ടി വരും.
അപൂർവമാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച 2 ഉണ്ടല്ലോ അതെങ്കിലും ചുരുങ്ങിയത് എഴുതിയേക്കുക. ഒരു 3 മാർക്കൊക്കെ എന്തായാലും കിട്ടും. എഴുതുമ്പോൾ കൃത്യമായിട്ട് അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞ് ആരുടെ ഡെഫിനിഷൻ ആണോ അത് വളരെ കണ്ണിങ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഷോട്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ സോ എന്നൊക്കെ ഇട്ടിട്ട് ഹവർ എന്നൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഡെഫിനിഷൻ അതിൽ പറയുന്നുണ്ട്. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇത് ബ്രോഡ് ഓഡിയൻസ് ടെക്നോളജിക്കലി ഡ്രിവൺ, ഈ 2 പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ഡെഫിനിഷൻ നമുക്കും രൂപപ്പെടുത്തി എഴുതാവുന്നതാണ്. മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് എഴുതണം. നമ്മളിനി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് പറയും ആ ഒരു മെത്തേഡ്. അപ്പൊ ആ എഴുതാനും നമുക്ക് ഡെഫിനിഷൻ പഠിക്കൽ അനിവാര്യമാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ ഇന്നലെ പറഞ്ഞതല്ലേ? കമ്മ്യൂണിക്കേഷൻ ആക്ട് ഓഫ് ഫസ്റ്റ് പറഞ്ഞതല്ലേ ഇന്നലെ? അതെ പറഞ്ഞിരുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. കണ്ടിന്യൂ. ഓക്കെ. സാറേ ശരിക്കും കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷനും തമ്മിൽ ടെക്നോളജി യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസമല്ലേ ഉള്ളൂ? ടെക്നോളജി യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ബ്രോഡ് ഓഡിയൻസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫസ്റ്റത്തെ മെയിൻ പോയിന്റ് അതാണ്. ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ പൊതുവെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 ആൾ തമ്മിൽ പറയുന്നത്, 3 ആൾ തമ്മിൽ പറയുന്നത്. ശരിക്ക് കമ്മ്യൂണിക്കേഷന്റെ ഒരു ടൈപ്പാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്വന്തത്തോട് ചെയ്യാം, 2 ആൾ തമ്മിൽ ചെയ്യാം, 100 ആൾ തമ്മിൽ ചെയ്യാം, 200 ആൾ തമ്മിൽ ചെയ്യാം. പക്ഷെ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ അത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഉദാഹരണമായിട്ട് എടുക്കാം. അത്തരം സംഭവം ആകുമ്പോൾ അത് മാസ് കമ്മ്യൂണിക്കേഷൻ ആയി. ഒരു പത്രം എന്ന് പറയുന്നത് ആ പത്രം ആരൊക്കെ വായിക്കാന്ന് പോലും നമുക്ക് അറിയില്ല. അത്രത്തോളം വളരെ മാസ് ഓഡിയൻസ് ഉണ്ടാകുമ്പോഴാണ് അതാണ് അതിൽ വരുന്ന ചേഞ്ച് കേട്ടോ. ഓക്കെ, അപ്പോ സാർ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. ഇന്റർവെൻഷൻസ് അത് എടുക്കാനില്ല. ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, അത് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്ന കോർ ഭാഗങ്ങളിൽ നിന്നാണ് സാധാരണ ചോദ്യങ്ങൾ വരാറുള്ളത് കേട്ടോ. എല്ലാം കൂടി ഇപ്പോൾ ഫുൾ ചാപ്റ്റർ എടുക്കാൻ നിന്നാൽ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും കോർ ഭാഗങ്ങൾ മാത്രം പറയാനാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ആൻഡ് ഡിസ്ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ, അഥവാ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്നാൽ ഗുണവശങ്ങളാണ് ഫങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ഒന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നു, വിപരീത ഫലം തരുമ്പോഴാണ് ഡിസ്ഫങ്ഷൻ ആവുക. അപ്പോൾ അതിന് നെഗറ്റീവ് സൈഡാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 7 നല്ല ഫംഗ്ഷനും 4 മോശം ഫംഗ്ഷനും, അതായത് എന്തോ ഉദ്ദേശിച്ച് ചെയ്തു, റിസൾട്ട് വന്നപ്പോൾ 4 മോശം രീതിയിലേക്കാണ് എത്തിയത്. അപ്പോൾ മാസ് മീഡിയകളുടെ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷന്റെ 7 ഗുണങ്ങളും 4 പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതൊരു പക്ഷെ മെർജ് ചെയ്തുകൊണ്ട് എസ്എ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഫംഗ്ഷൻസ് മാത്രം ചോദിക്കാം, ചിലപ്പോൾ ഫംഗ്ഷൻസ് ഇതിൽ 2 എണ്ണം എഴുതാൻ 2 മാർക്കിന് ചോദിക്കാം. എങ്ങനെ നോക്കിയാലും ഏതെങ്കിലും രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഓക്കെ സാർ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും റെക്കോർഡ് കിട്ടുമായിരിക്കും, എങ്കിലും ഇവിടെ നമ്മളത് ബോക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. സാർ അടുത്ത സ്ലൈഡ്. സ്ക്രീൻഷോട്ട് എന്ന് എടുക്കാൻ പറഞ്ഞേ? പറയാം സാർ. ബാസിത് സാർ ഇവിടെ ഇല്ലേ? ബാസിത് സാർ, ഹലോ. ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാനിവിടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. ഒരു സ്ക്രീൻ ഇപ്പൊ കാണാനുണ്ടോ? ഓക്കെ അല്ലേ? അത് പോവുകയാണെങ്കിൽ പറയട്ടോ. ഇതിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു 7 ബോക്സ് ഇതാ ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? കണ്ടു. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതാട്ടോ. ഈ 7 എണ്ണം ഏതാന്നുള്ളത് വിശദീകരിച്ച് എഴുതാൻ സിമ്പിൾ ആണ്, പഠിക്കാൻ മാത്രമൊന്നുമില്ല. പക്ഷെ 7 എണ്ണം മാറുന്നു പോകരുത്. നമ്മുടെ നോട്ടിൽ കൊടുത്ത സംഗതി തന്നെയാണ്, എന്തായാലും വേണമെങ്കിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തോളൂ. അപ്പൊ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം 7 ഫംഗ്ഷനാണ് വരുന്നത് എന്ന് പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളാണ് മാസ് മീഡിയ ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ നിരീക്ഷണ ശേഷിയാണ്. അതായത്
അതെന്താണെന്ന് വിഷയമായിട്ട് പറയും. അത് സർവീലിയൻസ്, ഒരു കാര്യത്തെ എപ്പോഴും അത് നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തേത് ഇതൊരു ആസ്വാദന മാർഗ്ഗമാണ്. ഇപ്പൊ മാസ് മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫുട്ബോൾ മാച്ച് കാണലുണ്ട്, ക്രിക്കറ്റ് കാണലുണ്ട്, സിനിമ കാണലുണ്ട്, അങ്ങനെ പല ആസ്വാദന പ്രവർത്തനങ്ങളിലും ഏർപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊരു ആസ്വാദന മാർഗ്ഗമാണ്. പിന്നെ ആളുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്, ഒരു കോറിലേഷൻ ഉള്ള, പാരസ്പര്യമുള്ള സംഗതിയാണ് മാസ് മീഡിയ എന്നുള്ളത്. ആ പാരസ്പര്യത്തെ തുടർന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, ബന്ധങ്ങൾ ഒന്നും കൂടി കൂട്ടി ഉറപ്പിക്കാനുള്ള ബോണ്ട് നമ്മൾ പറയല്ലോ. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാളുകൾ തമ്മിലുള്ള കണക്ഷൻ, ഒരുപാട് ആളുകൾ തമ്മിലുള്ള പരസ്പരമുള്ള കണക്ഷൻ, അതിനാണ് നമ്മൾ ബോണ്ടിങ് എന്ന് പറയാം. അപ്പൊ ആ ബന്ധങ്ങൾ ഉറപ്പാക്കുന്നു എന്നുള്ള ഒരു ഫംഗ്ഷൻ അത് ചെയ്യുന്നുണ്ട്. ദെൻ മൊബിലൈസേഷൻ എന്ന് പറയുമ്പോൾ സമാഹരണ ശേഷി, ഒരു കാര്യം ആളുകളെ ഒരുമിച്ച് കൂട്ടാനൊക്കെയുള്ള ശേഷിയാണ് നമ്മൾ സമാഹരണ ശേഷി എന്ന് പറയാം. ദെൻ ഇന്റർപ്രിട്ടേഷൻ, അതായത് ഇതിലൂടെ നമുക്ക് പല കാര്യങ്ങളും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വ്യാഖ്യാനിക്കാൻ കഴിയുമല്ലോ. അതുപോലെ തന്നെ സാമൂഹികവൽക്കരണം എന്നുള്ള ഈ 7 പോയിന്റ് ആണ് ഈ ഒരു ഫംഗ്ഷൻസ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഒരു പക്ഷേ ഇത് 5 മാർക്കിന് ചോദിച്ചാൽ ഈ 7 വിശദീകരിച്ച് എഴുതുക. ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചാൽ റൈറ്റ് എനി 2 ഫംഗ്ഷൻസ് ഓർ 4 ഫംഗ്ഷൻസ് എന്നൊക്കെ ആവും ചോദിക്കുക. അപ്പൊ വിശദീകരിക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് സർവീലിയൻസ്, എന്റർടൈൻമെന്റ്, മൊബിലൈസേഷൻ, ഇന്റർപ്രിട്ടേഷൻ, അങ്ങനെ ഏതിൽ 4 എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഈ 7 നമുക്ക് ജസ്റ്റ് ഒന്ന് വിശദമായിട്ട് നോക്കാം. സ്ക്രീനിൽ ആ 7 ഇതുള്ള ടേബിൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആ ഫംഗ്ഷൻസ്, ഒന്നാമത്തെ ഫംഗ്ഷൻ എന്നുള്ളത് സർവീലിയൻസ്. സർവീലിയൻസ് എന്ന് പറയുമ്പോൾ നിരീക്ഷണം. അതായത് 24 മണിക്കൂറും എല്ലാ ദിവസവും നമ്മൾ എന്താണ്, വാർത്തകളെ കൊണ്ടും റേഡിയോ ന്യൂസുകളെ കൊണ്ടും ടിവിയെ കൊണ്ടൊക്കെ എല്ലാ ടൈമിലും ഇത് ലൈവാണ്. ഫുൾ ടൈം നമ്മൾ CCTV വെച്ച പോലെയാണ് മാസ് മീഡിയ വർക്ക് ചെയ്യുന്നത്. അപ്പൊ രാഷ്ട്രീയം, കാലാവസ്ഥ, ജീവിതശൈലി എല്ലാം അതിൽ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. റിയൽ ടൈം അപ്ഡേറ്റ്സ്, അതായത് ഇപ്പോൾ ഒരു അപകടം ഒരു സ്ഥലത്ത് നടന്നു കഴിഞ്ഞാൽ വിത്തിൻ ഒരു 5 or 10 മിനിറ്റ്സ് എന്ത് ചെയ്യും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അത് എത്താനുള്ള അവസ്ഥയുണ്ട്. എവിടെ എന്ത് നടന്നാലും അത് കാണും. കാരണം ഇപ്പൊ സർവീലിയൻസ് മീൻസ് ഇപ്പൊ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ കാണാം, യു ആർ അണ്ടർ CCTV സർവീലിയൻസ് എന്നുള്ളത്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. അപ്പോൾ മാസ് മീഡിയ എന്ത് ചെയ്യുന്നു, എല്ലായിടത്തേക്കും കണ്ണ് തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ എന്താ, സിമ്പിൾ ആണ്, ഇതൊരു എന്റർടൈൻമെന്റിനുള്ള മാർക്കാണ്. നമുക്ക് അവിടെ സ്പോർട്സ്, സെലിബ്രിറ്റി ന്യൂസ്, മ്യൂസിക്, ഡാൻസ്, ഇതൊക്കെ മാസ് മീഡിയ ഒരു യൂട്യൂബ് തുറന്നാൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നാൽ, ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും ഇത്തരത്തിലുള്ള അനേകം എന്റർടൈൻമെന്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് സ്ട്രെസ് കുറക്കാൻ, റിലാക്സേഷൻ ലഭിക്കാനൊക്കെ സഹായകമാകുന്നു. ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും, ഇപ്പൊ പ്രത്യേകിച്ച് വീക്കെൻഡുകളിലൊക്കെ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ചാനലുകൾ പ്രത്യേകം പരിപാടികൾ ഡിസൈൻ ചെയ്യാറുണ്ട്. കാരണം അന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് റിലാക്സേഷൻ വേണ്ട സമയമായതുകൊണ്ട് കൂടുതൽ വ്യൂവർഷിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ചുകളൊക്കെ, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് വളരെ അപൂർവമായിട്ട് വളരെ പ്രാധാന്യത്തോടുകൂടി നടക്കുന്ന മാച്ചാണ്. അതൊക്കെ ഉണ്ടാവുക ശനിയോ ഞായറോ ആയിരിക്കും. അത് ഈ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാസ് മീഡിയ ചെയ്യുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തേതാണ് കോറിലേഷൻ. ഇനി പറയുന്ന ഫംഗ്ഷൻസ് ഏറെക്കുറെ കണക്റ്റഡ് ആണ് കേട്ടോ. വലിയ വ്യത്യാസം എന്ന് പ്രത്യേകിച്ച് അതിൽ പറയാനൊന്നും ഉണ്ടാവില്ല. കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം പരസ്പരം കണക്ട് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെയുള്ള അവസരം ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്തെടുത്തുകൊണ്ട്, കാരണം ഇത് പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു വാർത്ത കിട്ടും, രണ്ടാമത്തെ വാർത്തയും കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ വേറൊരു വാർത്ത കിട്ടും. അപ്പോൾ ഇതൊക്കെ തൂക്കി നോക്കിക്കൊണ്ട് ഏതാണ് സത്യം ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആളുകളെയൊക്കെ ഒരു ഒറ്റ ടീമിലേക്ക് കൊണ്ടുവരാൻ കോറിലേഷന് സാധിക്കുന്നുണ്ട് എന്നുള്ളത്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പാരസ്പര്യം. അപ്പൊ അത് വാർത്തകളുടെ കാര്യത്തിലും പാരസ്പര്യം ഉണ്ട്, അത് ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലും പാരസ്പര്യം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ സംഗതിയാണ് ബോണ്ടിങ്. ഇത് ആളുകളെ വ്യത്യസ്ത കൾച്ചറിലുള്ള ആളുകളാണെങ്കിലും ശരി, ഒരേ കൾച്ചറിലുള്ള ആണെങ്കിലും ശരി, അവരൊക്കെ ഒരുമിച്ച് നിർത്തുകയും ഒരു ഏക ബോധം അവരുടെ ഇടയിൽ വളർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ ബിൽഡ്സ് പബ്ലിക് മീഡിയ റിലേഷൻഷിപ്പ് ആൻഡ് എനേബിൾസ് ഫോറംസ് ഫോർ ഐഡിയ ഷെയറിംഗ്. പരസ്പരം ആശയങ്ങൾ കൈമാറാനും ഒക്കെയുള്ള പല വേദികൾ ഉണ്ടാക്കിക്കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഇത് കളക്ട് ചെയ്ത് നിർത്തുന്നു എന്നുള്ള ഒരു സംഗതി. ഇപ്പോൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, അപ്പൊ അവിടെ എന്താ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും അടുത്ത സുഹൃത്തുക്കളെ ഫ്രണ്ട്സ് എന്ന് പറയാറുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഫ്രണ്ട്സുകൾ ലഭിക്കുന്നു, ബോണ്ടിങ് ലഭിക്കുന്നു എന്നുള്ള ഒരു പോയിന്റ്. ദെൻ അഞ്ചാമത്തേതാണ് മൊബിലൈസേഷൻ, അതായത് സമാഹരണ ശേഷി. ഒരുപാട് ആളുകളോട് വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ലോകത്തുള്ള ഏത് മുക്കിലുള്ള ആളാണെന്നുണ്ടെങ്കിലും അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഒരുപാട് സമരങ്ങളാകട്ടെ, ക്യാമ്പയിനുകളൊക്കെ കൊണ്ടുവരാൻ, ഇപ്പോൾ ഫലസ്തീനിന് വേണ്ടിയിട്ടുള്ള ധാരാളം ലോകത്ത് എല്ലായിടത്തും പല രീതിയിലുള്ള സമരങ്ങൾ നടക്കുകയാണ്.
അപ്പൊ അതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ മാസ് മീഡിയ ആണ്. അപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് നടന്നു എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മളും ഇൻസ്പയർ ആവും, നമ്മളും ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ലോകത്ത് മൊത്തം ട്രെൻഡ് സൃഷ്ടിക്കാൻ, ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ മാസ് മീഡിയക്ക് സാധിക്കാറുണ്ട്. ഒരു പോസിറ്റീവ് സൈഡാണ്. ദെൻ ഇന്റർപ്രിട്ടേഷൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിന് വ്യാഖ്യാനങ്ങൾ രചിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ അഭിപ്രായം നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും, അത് ആളുകൾ കാണും. അപ്പോൾ ആളുകൾക്ക് അത്തരം ഒരു ഐഡിയ കൂടി കിട്ടും. പിന്നെ അത് നമ്മൾ തൂക്കി നോക്കിയിട്ട് ഏതാണ് ശരി തെറ്റെന്നൊക്കെ നിർണ്ണയിക്കാൻ, അത്തരത്തിലുള്ള ഒരു ഇവന്റിന്റെ ശരി തെറ്റുകൾ നിർണ്ണയിക്കാനുള്ള വ്യാഖ്യാന ശേഷിയുണ്ട്. ആൻഡ് ഫൈനലി സോഷ്യലൈസേഷൻ, ആളുകളെ സമൂഹത്തിന്റെ കൂടെ നിർത്തുന്നു, കൂട്ടിച്ചേർന്നുകൊണ്ട് മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ മനുഷ്യൻ എന്നുള്ള സമൂഹ ജീവിയെ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അതാണ് 7 ഫങ്ഷൻസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഒരു 4 ഡിസ്ഫങ്ഷൻസ്. 7 ഫങ്ഷൻസ്, 4 ഡിസ്ഫങ്ഷൻസ് ആണ് വരുന്നത്. ഡിസ്ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇറ്റ് ഈസ് നാർക്കോട്ടൈസിങ്, അത് ലഹരിക്ക് സമാനമാണ് എന്നുള്ളത്. അപ്പൊ അതൊന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലഹരിക്ക് സമാനം ഒരു രീതിയിൽ അത് അഡിക്ഷൻ ആണ്, അതേസമയം തന്നെ നമ്മൾ അലസമാക്കി കളയാറുണ്ട്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്താൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾ അലസനായി പോകുന്നത് പോലെ നിരന്തരം മാസ് മീഡിയ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് ആലസ്യം കടന്നു വരും. ഒരു വാർത്തയിലും കൃത്യമായിട്ട് അതിന് പ്രതികരിക്കുമെന്നില്ല, ജസ്റ്റ് ഇത് കണ്ടുപോകുന്ന ഒരു തരം അബോധാവസ്ഥയിലേക്ക് മനുഷ്യർ മാറും എന്നുള്ള ലഹരിക്ക് സമാനമാണ്. ഇറ്റ് ഈസ് നാർക്കോട്ടൈസിങ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത് ഇതിന്റെ സ്ട്രക്ചറൽ പ്രശ്നമാണ്, അതായത് ഓണർഷിപ്പിലും ഓപ്പറേഷനിലും ഒക്കെയുള്ള അതിന് ഉടമസ്ഥാവകാശം ചിലരിൽ മാത്രമുള്ളത്, ഘടനാപരമായ പല പ്രശ്നങ്ങളും ഉണ്ട്, അത്തരം പോയിന്റുകൾ. ദെൻ ഇറ്റ്സ് കൺഫോമിറ്റി ടു സോഷ്യൽ നോംസ്, അതായത് ഒരു നിലവിലുള്ള സാമൂഹിക ക്രമം ഉണ്ടാവും, ആ ക്രമത്തോട് യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ക്രമം മോശമാണെന്നുണ്ടെങ്കിൽ അതിലൂടെ മുഖം തിരിക്കാൻ മാസ് മീഡിയക്ക് കഴിയില്ല. മറിച്ച് അതിനെ, ഇപ്പോൾ നമ്മൾ സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ അതിനെ സോപ്പിട്ടിട്ടായിരിക്കും മാസ് മീഡിയയുടെ വർക്കിംഗ് ഉണ്ടാവുക. കാരണം പൊതുജനങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ അവരത് അത്തരം ചാനലുകൾ അവർ ബഹിഷ്കരിക്കും, അല്ലെങ്കിൽ ആ ചാനലിനോട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതോടെ ബിസിനസ് ഡെവലപ്പ് എന്നുള്ളത് കൊണ്ട് നിലവിലുള്ള സോഷ്യൽ നോംസുകളോട് അവർ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ദെൻ ഇമ്പാക്ട് ഓൺ പോപ്പുലർ ടേസ്റ്റ്, ജനപ്രിയങ്ങൾ അത്തരം സ്വാധീനങ്ങൾ സൃഷ്ടിക്കുന്നിടത്ത് വരുന്ന, അതവിടെ വിശദീകരിക്കാം. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ 7 ഫങ്ഷൻസും 4 ഡിസ്ഫങ്ഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ നാർക്കോട്ടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങി ഇടപെട്ടിരുന്നു. കൃത്യമായിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ആ കാര്യത്തിൽ വേണ്ട ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഇടപെടലില്ല, ജസ്റ്റ് ആ വാർത്ത അറിയാൻ മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോ ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ് നടന്നു എന്ന് അറിഞ്ഞു, അപ്പൊ ആരെങ്കിലും ഒക്കെ വന്ന് രക്ഷിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ മാറി നിൽക്കുക. കേവലം ആ വാർത്ത വളരെ നിസ്സാരമായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഇതിന് മയക്കുമരുന്നിന് സമാനമാണെന്ന് പറയാൻ ഉള്ള കാരണം. അമിതമായിട്ട് നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്വാഭാവികതയായിട്ട് മനുഷ്യന് തോന്നൽ തുടങ്ങും. പിന്നെ അതിനോട് പ്രതികരിക്കാൻ നിൽക്കില്ല. എന്ത് ചെയ്യും, ജസ്റ്റ് ആ വാർത്ത ഞാൻ അറിഞ്ഞു, കേവലം അത് അറിഞ്ഞു എന്നുള്ളതെല്ലാം മതിയായി എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത്. അപ്പോ പല വിഷയങ്ങളെയും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരു സൂപ്പർഫിഷ്യൽ രീതിയിൽ ഒന്നെങ്കിൽ പർവ്വതീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മതിയായ വിവരം ഇല്ലാതെയോ പരിഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആണ് നാർക്കോട്ടൈസിങ്. ദെൻ രണ്ടാമത്തേതാണ് ഓണർഷിപ്പ് ആൻഡ് ഓപ്പറേഷൻ സ്ട്രക്ചർ, അതായത് ചിലരിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നു എന്നുള്ളത്. പലപ്പോഴും ഇത് പ്രൈവറ്റ് കമ്പനികളുടെ കുത്തകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള മാധ്യമങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ വിരലിലുണ്ടാവുന്ന ചാനലുകൾ നമുക്ക് അറിയുള്ളൂ. 24, റിപ്പോർട്ടർ, മീഡിയ 1, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, അങ്ങനെ കുറച്ച് ചാനലുകൾ മാത്രം നമ്മൾ എണ്ണി പറയും. അതല്ലാത്ത എത്രയോ ചാനലുകൾ ഉണ്ട്. അപ്പൊ അവർക്കൊന്നും അത്ര ഫണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരൊന്നും പൊതുരംഗത്തില്ല. ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കാൻ പറ്റുന്ന ഈ പ്രൈവറ്റ് കമ്പനികളാണ് യഥാർത്ഥത്തിൽ മാധ്യമരംഗത്തെ പിടിച്ചു വെച്ചിട്ടുള്ളത്. അവർക്ക് മാത്രമാണ് കൂടുതൽ ദൃശ്യത ലഭിക്കുന്നത്. അപ്പോൾ ഈ ഓണർഷിപ്പ് ആൻഡ് ഓപ്പറേഷൻ സ്ട്രക്ചർ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഒരു നെഗറ്റീവ് ആയിട്ട് നിലനിൽക്കാറുണ്ട്. പൊതുജനങ്ങളുടെ ശബ്ദമായിട്ട് പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങൾ കേവലം പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ശബ്ദമായിട്ട് ചുരുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ വരുന്നത്. മൂന്നാമത്തേത് കൺഫോമിറ്റി ടു സോഷ്യൽ നോംസ് എന്നുള്ളതാണ്. ഇപ്പൊ നിലവിലുള്ള സാമൂഹിക ക്രമത്തോട് ഒട്ടിച്ചേർന്ന് പോകുന്ന ഒരവസ്ഥ. ഇപ്പൊ അവിടെ സ്ത്രീധനം എന്നുള്ളൊരു കാര്യമുണ്ട്. ആ സ്ത്രീധനത്തോട് ആ ഒരു മോശം സംഗതിയാണ്, അതിനോട് എതിർക്കണം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഒരു നാട്ടിൽ അത്തരം എതിർ അഭിപ്രായമുള്ള കോണ്ടന്റുകൾ നൽകി കഴിഞ്ഞാൽ ആളുകൾ അതിനെതിരെ തിരിയുമെന്ന് കണ്ടാൽ, സ്ത്രീധനം എന്നുള്ളതൊരു ഉദാഹരണമാണ്. അങ്ങനെ ഏത് ഉദാഹരണവും ഇപ്പൊ നമ്മുടെ നാട്ടിൽ അനുയോജ്യമായ ഏത് ഉദാഹരണങ്ങൾക്ക് ആലോചിക്കാം. അപ്പോൾ നിലവിൽ ഇവിടെയുള്ള മതപരമായതോ അല്ലെങ്കിൽ സാമൂഹികപരമായതോ സാംസ്കാരികപരവുമായിട്ടുള്ള ഒരു ചടങ്ങ്, ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം, ആ അന്ധവിശ്വാസത്തെ ഒരു ചാനൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവയെ ചാപ്പ് കുത്തിക്കൊണ്ട് പിറകോട്ട് അടിക്കുമെന്നുണ്ടെങ്കിൽ ഈ ചാനലുകൾ എന്താണ് ചെയ്യുക, അത്തരം സോഷ്യൽ നോംസുകളെ കൂടുതൽ ബലപ്പെടുത്തുന്ന
അതിന് കൂടുതൽ വെള്ളവും നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡാണ്, ഇവിടെ ഒരു ഡിസ്ഫങ്ഷൻ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. അപ്പോ അത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ഒരു സമൂഹത്തെ നമ്മൾ നടത്തേണ്ട വിമർശനാത്മകമായ ചോദ്യങ്ങൾ ഇല്ലാതെ കേവലം എന്ത് ചെയ്യുന്നു, നിലവിലുള്ളതിനെ ഏറ്റുപാടുന്ന, അതിനെ ആഘോഷമാക്കുന്ന ഒരു പ്രവർത്തനം മാസ് മീഡിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. ദെൻ ഇമ്പാക്ട് ഓൺ പോപ്പുലർ ടേസ്റ്റ് എന്നുള്ളതാണ്. അതായത് മാസ് മീഡിയ സിഗ്നിഫിക്കൻറ്റ്ലി ഷേപ്സ് പോപ്പുലർ ടേസ്റ്റ്. ജനപ്രിയ സ്വാധീനങ്ങൾ, ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും, സിനിമയിലാകട്ടെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും മാസ് മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെയുള്ള ഒരു പോപ്പുലർ ടേസ്റ്റിനെ അതിനായിരിക്കും ഇവർ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നുണ്ടാവുക. അവിടെ തന്നെ പല കലാരൂപങ്ങളും ക്ഷയിച്ചു പോകുന്ന ഒരവസ്ഥ ഇന്ന് സജീവമാണ്. പണ്ട് കാലത്തൊക്കെ ഒരു കലാരൂപം കൃത്യമായി പഠിച്ച, അറിഞ്ഞ, ആ കലയുടെ തനതായ രൂപം അറിയുന്ന ആളുകൾ മാത്രമേ അതിൽ ഇടപെട്ടിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ പേജുള്ള ഏതൊരാൾക്കും ഞാനും സിനിമാ നടനാണ്, അല്ലെങ്കിൽ ഞാനും ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഞാനും ഡാൻസറാണ്, ഞാനും പാട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാം. അപ്പോൾ ആ ഒരു കലയുടെ അതിന്റെ തനതായ രൂപം എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ചോർന്നു പോകുന്ന ഒരവസ്ഥ. ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകളുടെ കഴിവിനെ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നതിന് പകരം കേവലം അവർക്ക് കഴിവിന് പകരം കേവലം പ്രാതിനിധ്യം എന്നുള്ള ഒരൊറ്റ പോയിന്റിലേക്ക് ചിലയിടങ്ങളിൽ അത് ചുരുങ്ങി പോകുന്നു. ഇതിലൂടെ ഫോർമൽ ലിറ്ററസി, നമ്മൾ നിരക്ഷരരാണോ എന്ന് ചോദിച്ചാലല്ല, നമുക്ക് സാക്ഷരതയുണ്ട്, പക്ഷെ അത് കേവലം ഒരു ഔപചാരിക സാക്ഷരത എന്നുള്ളതല്ലാതെ ആ ഒരു കലയുടെ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന രൂപത്തിന്റെ കൃത്യമായ അറിവ് നമുക്ക് ഉണ്ടാവില്ല. മറിച്ച് കേവലം ഒരു എനിക്കും അറിയാം എന്നുള്ളൊരു ഔപചാരിക സാക്ഷരത മാത്രമായിട്ട് ചുരുങ്ങി പോകുന്ന മനുഷ്യരെ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത്രയാണ് ആ ചാപ്റ്ററിലുള്ളൂ. ആ 7 ഫങ്ഷൻസ് ബൈഹാർട്ട് ചെയ്യുക, ഈ 4 ഡിസ്ഫങ്ഷൻസ് ബൈഹാർട്ട് ചെയ്യുക. വിശദീകരിച്ച് എഴുതാൻ നമ്മൾ നോട്ട് കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ ആ രീതിയിൽ വായിച്ചാൽ മതി. ഓക്കെ അല്ലേ? ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? സർ ഓണർഷിപ്പിന്റെ ഒന്നും കൂടെ പറഞ്ഞോ. ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് mass media effect should be studied when in broader social and economic context. Ownership and control structures influence media content and impact. ഏത് വാർത്തയാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് മാധ്യമങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ന്യൂസ് നോക്കിയാൽ കാണുക, ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ അതിനേക്കാൾ പ്രസക്തിയുള്ള പല വാർത്തകളും യഥാർത്ഥത്തിൽ ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പ് വന്ന ഇന്ത്യയിലെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വന്നിട്ടുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, അത് എന്ത് ചെയ്യുന്നു, 2 ദിവസത്തിനുള്ളിൽ തീരുന്നു. അത്ര ഒന്നും ഗൗരവമില്ലാത്ത അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയും അത് ആഴ്ചകളോളം സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനികളാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൃശ്യതയുള്ള മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന വാർത്തകൾ മാത്രമേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ വിഷയത്തിന്റെ മെറിറ്റിന് പകരം ഇവിടെയുള്ള ഓണർഷിപ്പ് സ്ട്രക്ചർ, ആരുടെ അടുത്താണോ അധികാരമുള്ളത്, ഇതിന്റെ ഉടമസ്ഥാവകാശമുള്ളത്, അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അവർ ചിന്തിക്കുന്നതിനനുസരിച്ച്, അവർ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് മാത്രം വാർത്തകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. നാലാമത്തെ പറയോ? അങ്ങനെ ഇമ്പാക്ട് ഓൺ പോപ്പുലർ ടേസ്റ്റ്. പോപ്പുലർ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പൊ ഒരു ആളുകളുടെ പോപ്പുലർ എന്ന് പറഞ്ഞാൽ എന്താ, ജനപ്രിയമായത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രുചി, മീൻസ് ആൾക്ക് ഇഷ്ടമുള്ള സംഗതി എന്ന് ചുരുക്കം. അപ്പോൾ ഈ ഒരു പൊതുജനങ്ങളുടെ താല്പര്യം, അതിനെ ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ പണ്ട് കാലത്ത് ഒരു കലാരൂപം അതിനെ ആസ്വദിച്ചിരുന്നത് വളരെ ചുരുങ്ങിയ ആളുകളായിരിക്കും. ഇപ്പൊ സംഗീതജ്ഞർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉള്ളൂ. കാരണം അവരാണ് അത് കൃത്യമായിട്ട് പഠിച്ചത്, അതിനെ ശാസ്ത്രീയപരമായിട്ട് അവതരിപ്പിച്ചിരുന്നത് അവരാണ്. എന്നാൽ ഈ മാസ് മീഡിയ വന്നപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കയറി കൂടാൻ തുടങ്ങി. ഞാനും പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് വരാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ കുറെ സംഗതികൾ വരുമ്പോൾ പോപ്പുലർ ടേസ്റ്റിൽ മാറ്റം വരും. ആളുകളുടെ ഇഷ്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ വരും. ആ ഇഷ്ടങ്ങൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആ കലാരൂപത്തെ അനുവർത്തിക്കാൻ യോഗ്യത ഇല്ലാത്ത ഒരാളെയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആ കല അവിടെ ഇല്ലാതാവോ ഇല്ലേ? അതാണ് അവിടെ വരുന്ന ഒരു പോപ്പുലർ ടേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നം. ആളുകൾക്ക് ഒരു വിഷയത്തോട് ഉണ്ടാകുന്ന ഇഷ്ടം, ആ ഇഷ്ടത്തിൽ എന്ത് ചെയ്യുന്നു, പണ്ട് കാലങ്ങളിൽ അതിന്റെ തനതായ രൂപത്തിലായിരുന്നു നമ്മൾ കാര്യങ്ങളെ കണ്ടിരുന്നത്. ഇപ്പൊ മ്യൂസിക് ഒരു വല്ലാത്ത ഉദാഹരണമാണ്. പണ്ട് കാലത്ത് വളരെ ക്ലാസിക്കൽ സംഗീതം, ആളുകൾ വളരെ അതിന്റെ ശാസ്ത്രീയ സംഗീതമായിരുന്നു സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. ഇന്ന് പലരും ഇരുന്ന് പല പാട്ടും പാടുന്നു. ചിലതെല്ലാം സംഗീതമാണ്, ചിലത് കേവലം ശബ്ദങ്ങൾ മാത്രമാണ്. സംഗീതം എന്ന് ഒരു പക്ഷേ
അതിനെ പറയാൻ കഴിയില്ല. പക്ഷെ ആളുകൾക്ക് ആ ശബ്ദം മതി എന്നുണ്ടെങ്കിൽ മാസ് മീഡിയ എന്ത് ചെയ്യും? കേവലം ആ ഒരു ഒച്ചപ്പാടുകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നല്ലാതെ എന്ത് ചെയ്യില്ല, സംഗീതത്തിന് വിലയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ അതാണ് എന്ത് ചെയ്യാനുള്ളത് അതിൽ പറയുന്നത്. ക്ലിയർ ആയിട്ട് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓവർ കൺസിഡർ ആവാനൊന്നുമില്ല. മാക്സിമം കൂടി ഇപ്പൊ 5 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ 1 മാർക്കിനൊക്കെയാണ് നമ്മൾ ഓരോ ഡിസ്ഫങ്ഷൻ എഴുതേണ്ടി വരിക. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക ധാരണ ഉണ്ടായാൽ മതി. എന്തെങ്കിലും ഉണ്ടോ? മാസ് മീഡിയ വന്നപ്പോ എല്ലാവരുടെയും ടേസ്റ്റ് ഒരു അർത്ഥത്തിലേക്ക് മാത്രം പോകുന്നുണ്ടോ? അങ്ങനെ ഇപ്പോ എന്റർടൈൻമെന്റിൽ തന്നെ ചിലപ്പോ എല്ലാവർക്കും മ്യൂസിക് ഇഷ്ടമായി, പണ്ടത്തെ പോലെ ക്ലാസിക്കൽ മ്യൂസിക് ആർക്കും ഇഷ്ടമല്ല. ആ ഒരു പോയിന്റ് എഴുതാൻ പറ്റുമോ? എഴുതാം. അത് ഏറ്റവും കൃത്യമായിട്ട് എഴുതാൻ നല്ലതായി കൊടുത്തിട്ടുള്ള ഫസ്റ്റത്തെ ലൈനാണ്. അതായത് ആവർത്തന സ്വഭാവത്തിലുള്ള, അതായത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ലോ സ്റ്റാൻഡേർഡ് കണ്ടന്റ്, നിലവാരം കുറഞ്ഞ കണ്ടന്റുകൾ ജനപ്രിയമായി എന്നുള്ളതാണ് ഞാൻ ഇത് പറഞ്ഞതിന്റെ ചുരുക്കം. അതായത് ഒരു കലാരൂപത്തിന്റെ നിലവാരത്തെ പരിഗണിക്കുന്നതിന് പകരം കേവലം അതിലുള്ള ആൾക്കൂട്ടത്തെ മാത്രം നമ്മൾ പരിഗണിക്കാൻ തുടങ്ങി എന്നുള്ളത്. ചില വിഷയങ്ങൾ ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സംഗീതത്തിൽ തന്നെ ഒരു ശുദ്ധമായിട്ടുള്ള സംഗീതം ഉണ്ടാകും. എന്നാൽ ചിലർ വെറുതെ പാടി നടക്കുന്ന ഒരു ആളെ കളിയാക്കുന്ന പാട്ടുകൾ, പാരഡികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം, അതൊരു കൃത്യമായ കലാരൂപമല്ല. അത് വെറുതെ നമ്മളൊരു ആസ്വാദനത്തിന് വേണ്ടി ചെയ്യുന്ന, ജസ്റ്റ് ആളുകൾ ഒരു കോമഡി രീതിയിലൊക്കെ ചെയ്യുന്ന സംഗതികളായിരിക്കും. അപ്പോൾ അത്തരം സംഗതികൾ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ദൃശ്യത കിട്ടുന്നു, ഒറിജിനൽ സംഗീതജ്ഞർ പുറത്താകുന്ന ഒരവസ്ഥ. ഇപ്പൊ ഡിബേറ്റിലൊക്കെ കാണാൻ പറ്റും. ഡിബേറ്റിംഗ് എന്നുള്ളത് ഒരു വളരെ മഹത്തരമായ ഒരു കലയാണ്. അപ്പോൾ ആ കല അത് കൃത്യമായി പഠിച്ച് വിഷയത്തിൽ ജ്ഞാനമുള്ളവർ ചെയ്യുമ്പോൾ അതുകൊണ്ടൊരു റിസൾട്ട് ഉണ്ടാവും. എന്നാൽ കുറെ ആളുകൾ ഞാൻ ഡിബേറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിബേറ്റിങ്ങിന്റെ മാന്യതയോ മര്യാദയോ ഒന്നും ഇല്ലാതെ വെറുതെ കുറെ ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? പോപ്പുലർ ടേസ്റ്റ് ആക്കി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. എക്സാമിന് എഴുതുമ്പോൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് തുടരെ എന്ത് ചെയ്യുക, നിലവാരം കുറഞ്ഞ ഉള്ളടക്കങ്ങൾ സോഷ്യൽ മീഡിയ കൈയടക്കുന്നത്, അല്ലെങ്കിൽ മീഡിയ രംഗത്തെ കൈയടക്കുന്നത് പോപ്പുലർ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്നുള്ള ആ രീതിയിലാണ് നിങ്ങൾ അതിനെ എഴുതേണ്ടത്. അതായത് പല വിഷയങ്ങളിലും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഉള്ളടക്കങ്ങൾ പലപ്പോഴും നിലവാരം കുറഞ്ഞതാണ്. നമ്മുടെ സാക്ഷരത കേവലം ഒരു ഔപചാരിക സാക്ഷരത, ഫോർമൽ ലിറ്ററസി മാത്രമായിട്ട് പരിമിതപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു പോയിന്റ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അടുത്ത ചാപ്റ്റർ ടൈപ്സ് ഓഫ് മാസ് മീഡിയ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സിലബസിൽ ഇത് മൊത്തം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ അത് ഒഴിവാക്കിയിട്ടുള്ളത് ഒരു ഭാഗം മുഴുവനായിട്ട് ഒഴിവാക്കിക്കല്ല, മറിച്ച് എല്ലാതും പഠിക്കണം. ഇൻട്രൊഡക്ടറി ആസ്പെക്റ്റിലെ ചോദ്യം വരുള്ളൂ എന്നാണ് കണ്ടിട്ടുള്ളത്. ഇൻട്രൊഡക്ടറി ആസ്പെക്റ്റുകൾ പഠിക്കുക എന്നുള്ള ഒരു പോയിന്റാണ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ എല്ലാം കവർ ചെയ്യണം. പക്ഷെ ഒരു ഏകദേശ ധാരണ ഉണ്ടായാൽ മതി. ഒരു ഏരിയനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ വല്ലാതെ ഈ ചാപ്റ്ററിൽ കെട്ടിമറിയണ്ട. എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക മാത്രം ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ടൈപ്സ് ഓഫ് മാസ് മീഡിയ എന്നുള്ളതാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നു, അതിന്റെ മാധ്യമങ്ങൾ പഠിക്കുന്നു. അപ്പോൾ വ്യത്യസ്ത മാധ്യമങ്ങൾ, അപ്പൊ അതിൽ തന്നെ പ്രിന്റ് മാധ്യമം, റേഡിയോ, ടെലിവിഷൻ, ഫിലിം, നവമാധ്യമം, ഈ 5 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരണങ്ങൾ അതെന്ത് ചെയ്യാണ് ഞാൻ പെട്ടെന്ന് ഒന്നിങ്ങനെ പറഞ്ഞു പോകാം. അപ്പോൾ മാധ്യമങ്ങൾ പൊതുവെ 2 തരത്തിലുള്ളത്. ഒന്ന് ട്രഡീഷണൽ ഫോമും മോഡേൺ ഫോമും. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ഇപ്പോൾ പത്രങ്ങള്, റേഡിയോ, TV, അതൊക്കെ പരമ്പരാഗത മാധ്യമങ്ങൾ. പിന്നെ ഒന്ന് ആധുനികം, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ, പോഡ്കാസ്റ്റ്, ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണല്ലോ. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന മാസ് മീഡിയയാണ്. അപ്പോൾ അതാണ് ട്രഡീഷണൽ ഫോമും അതുപോലെ തന്നെ മോഡേൺ ഫോമും. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇത് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മീഡിയാസ് എന്നുള്ളത്, മീഡിയാസ് എന്നുള്ള ഒരു പ്രയോഗം ഇല്ല, ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ ക്ലാസിന്റെ ഇടയിലൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ അത് തെറ്റിയേക്കാം. മാധ്യമങ്ങൾ എന്ന് പറയാം, പക്ഷെ മീഡിയാസ് എന്ന് പറയരുത്. മീഡിയം എന്നുള്ള ടേമിന്റെ പ്ലൂരലാണ് മീഡിയ എന്നുള്ളത്, അതിന്റെ ബഹുവചനാണ് മീഡിയ. അപ്പോൾ മീഡിയം എന്നുള്ളതാണ് സിംഗുലർ ഫോം. മാധ്യമം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മീഡിയം എന്നാണ്, മീഡിയം. പിന്നെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അത് മീഡിയം മാറിയിട്ട് മീഡിയ എന്നാവും. മീഡിയാസ് എന്നുള്ള ഒരു വാക്കില്ല. ഇംഗ്ലീഷിൽ എഴുതുന്നവർ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചിലപ്പോൾ ആളുകൾ വളരെ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ നമ്മൾ എല്ലാ വാക്കിൻ്റെ ഒപ്പം എസ് കൂട്ടി പറയുന്ന കാര്യം ഓർമ്മയിൽ മീഡിയാസ് എന്ന് ചിലപ്പോൾ അറിയാതെ പ്രയോഗിച്ചു പോകും.
സമയത്ത് റിട്ടേൺ എന്നുള്ളത് എന്താണ്, ഒരു ഫോർമൽ രൂപം ആയതുകൊണ്ട് ഒരിക്കലും അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ തെറ്റ് വരുത്തരുത്. ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പ്രിന്റ് മീഡിയയെ കുറിച്ചാണ്. പ്രിന്റ് മീഡിയ എന്ന് പറയുമ്പോൾ അച്ചടി മാധ്യമങ്ങൾ വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആദ്യകാല അച്ചടി മാധ്യമമാണ് അച്ചടി മാധ്യമം എന്നുള്ളത്. പണ്ടൊക്കെ വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ പിക്ചറിൽ കാണുന്നത് പോലെ അച്ച് നിരത്തിയിട്ട് മരക്കഷ്ണം കൊണ്ട് മറ്റൊക്കെ മഷിയിൽ മുക്കും, എന്നിട്ട് അത് പേപ്പറിലേക്ക് പകർത്തുന്ന അത്തരത്തിലുള്ള അച്ചുകൾ. ഇന്നത് മാറിയിട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിന്റിംഗ് രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ള മാറ്റം എന്നുള്ളത്. അപ്പൊ അത്രയും മാറ്റങ്ങൾക്ക് വിധേയമായ 200 BC മുതലേ നിലവിലുള്ള ഒരു സംഗതിയാണ് പ്രിന്റ് മീഡിയ. ഇന്നത്തെ ഡിജിറ്റൽ പ്രിന്റിംഗ് ഒക്കെ പോലെയുള്ള വമ്പൻ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പ്രിന്റ് മീഡിയയെ കുറിച്ചിട്ട് ഒരു വിശാലമായ ചാപ്റ്റർ നമുക്ക് 5th ചാപ്റ്ററിൽ പഠിക്കാൻ 5th ബ്ലോക്കിൽ വരുന്നുണ്ട്. സോ ഇവിടെ വല്ലാതെ അതിന് എന്ത് ചെയ്യുന്നില്ല, സ്ട്രെസ് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് പ്രിന്റ് മീഡിയ എന്നുള്ളത്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി. ഒന്നാമത്തെ എന്താ, ന്യൂസ് പേപ്പർ എന്നുള്ളത്. അതിന്റെ വിശദീകരണം എന്താ, വൈറ്റ്ലി സർക്കുലേറ്റഡ് ആണ്, ഒരുപാട് ആളുകളിലേക്ക് ഒരേ സമയം എത്തുന്നു, അതാണ് പത്രം. രണ്ടാമത്തത് ന്യൂസ് ലെറ്റർ. ന്യൂസ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു തീമിന്റെ പുറത്ത് ഇപ്പോൾ സ്കൂളുകൾ അല്ലെങ്കിൽ ചില കമ്മ്യൂണിറ്റീസോ ബിസിനസ് ഗ്രൂപ്പ്സോ ഒക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ പതിപ്പുകളൊക്കെ ഇറക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സ്പോർട്സ് മീറ്റ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്പോർട്സ്, അല്ലെങ്കിൽ കലോത്സവം നടക്കുകയാണെങ്കിൽ കലോത്സവ സംബന്ധമായിട്ടുള്ള പ്രത്യേക ബുള്ളറ്റിനൊക്കെ ആരിറക്കും, അവിടുത്തെ സ്കൂൾ ക്ലബ്ബ് ഇറക്കും. അപ്പൊ അതിനാണ് നമ്മൾ ന്യൂസ് ലെറ്റർ എന്നൊക്കെ പറയാം. അതായത് ഒരു പ്രത്യേക വിഷയത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള. പത്രം ഒരു പ്രത്യേക വിഷയത്തിലായിരിക്കില്ലല്ലോ, അന്നത്തെ എല്ലാ വാർത്തയും ഉണ്ടാകും. നല്ലൊരു പ്രത്യേക വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറങ്ങുന്ന സംഗതിയാണ് നമ്മൾ ന്യൂസ് ലെറ്റർ എന്ന് പറയാം. മൂന്നാമത്തത് എന്താണ്, മാഗസിൻ. അറിയാലോ, നമ്മുടെ മാസിക, വാരിക, അതുപോലെ തന്നെ ദ്വൈമാസിക, അതൊക്കെ പീരിയോഡിക്കൽസിനെയാണ് നമ്മൾ മാസിക എന്ന് വിളിക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങളിൽ എല്ലാ ആഴ്ചയിലോ എല്ലാ മാസത്തിലോ ഇറങ്ങുന്ന സംഗതി. ദെൻ ബാനേഴ്സ്. ബാനേഴ്സ് നമുക്കറിയാലോ, പരിപാടിക്കൊക്കെ നമ്മൾ ഫ്ലെക്സും മറ്റൊക്കെ കെട്ടാറുള്ള ആ ബാനർ കെട്ടുക എന്ന് പറയുന്ന സംഗതി. അതായത് ലാർജ് ടെക്സ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പത്രത്തിൽ കൊടുക്കുന്ന ഫോണ്ട് സൈസ് വെച്ചിട്ട് ആരും ബാനർ അടിക്കുക. ബാനർ വല്ല വലിപ്പത്തിൽ, അത് എത്ര ദൂരെ നിന്ന് നോക്കിയാലും കാണാവുന്ന വലിപ്പത്തിലാണ് ബാനർ അടിക്കുക. ദെൻ ബിൽ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ പരസ്യ ബോർഡുകൾ. ഇപ്പൊ നമ്മുടെ ഹൈവേയുടെ വക്കിനൊക്കെ ഇത്ര വമ്പൻ പരസ്യ ബോർഡുകൾ കാണാലോ, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ലാർജ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആഡ്സ്. നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള പോലെ എടുത്ത് മാറ്റാൻ കഴിയില്ല, കാരണം അത്രയും ചെലവാക്കിക്കൊണ്ട് വമ്പൻ ഇരുമ്പ് കമ്പികളിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഫിക്സ്ഡ് ആഡ്സ് ആയിരിക്കും അത് ഉണ്ടാവുക. അത് ചെലവ് കൂടുതലാണ്, ഹൈ കോസ്റ്റ് ആണ്, പക്ഷെ അതുകൊണ്ട് വിസിബിലിറ്റി ഒരുപാട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബുക്സ് ആണ്, പുസ്തകങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ ഉള്ളത്. ദെൻ ബ്രോഷേഴ്സ് മീൻസ് ഇപ്പൊ നമ്മളൊരു പരിപാടിയുടെ ഒരു ലഘുലേഖ പോലെ ഇറക്കുന്ന സാധനം. ഇപ്പൊ ഇതൊരു 6 ഫോൾഡാണുള്ളത്. ഈ പിക്ചറിൽ കണ്ടാൽ ഇപ്പൊ ഈ സൈഡിൽ ഒരു 3 ഫോൾഡും അപ്പുറത്തെ ഒരു 3 ഫോൾഡും ഉണ്ടാവും. ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു ഇവന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കമ്പനിയൊക്കെ കുറിച്ചുള്ള ബേസിക് ധാരണ നമുക്ക് കിട്ടും. എന്നാൽ ബേസിക് എന്ന് മാത്രമല്ല, കുറച്ചധികം കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. നോട്ടീസിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നൽകാൻ ഒരു ബ്രോഷറിന് പറ്റും. അപ്പൊ പ്രത്യേകിച്ച് ബിസിനസ് രംഗങ്ങളിലും മറ്റൊക്കെയാണ് ഒരു ഫോൾഡഡ് ബുക്കായിട്ടാണ് ഈ ഒരു ബ്രോഷർ ഇറങ്ങാറുള്ളത്. പിന്നെ വരുന്നതാണ് നമ്മൾ നോട്ടീസ് എന്നൊക്കെ പറയുന്ന ഫ്ലയേഴ്സ് എന്നും പറയും. ഫ്ലയേഴ്സ് ഓർ അഥവാ നോട്ടീസ് എന്നുള്ള പറയുന്ന ആ ഒരു കാര്യം. അപ്പൊ ഇതൊക്കെയാണ് വ്യത്യസ്ത പ്രിന്റിംഗ് ടൈപ്സ് കേട്ടോ. അത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, ഇതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞാലോ? ഓക്കെ അല്ലേ, നിങ്ങൾ കൂടെ ഇല്ലേ? ഓക്കെ, ഇപ്പൊ പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വ്യൂഡ് ആസ് ക്രെഡിബിൾ. നമുക്ക് വിശ്വസിക്കാൻ പറ്റും പ്രിന്റ് മീഡിയ ആയതുകൊണ്ട്. കാരണം അത് ആരാണ് അച്ചടിച്ചിറക്കിയത്. ഇപ്പൊ ഒരു പത്രമാണെങ്കിൽ ആരാണ് ആ പത്രത്തിന്റെ ഉടമസ്ഥൻ എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു TV കണ്ടന്റ് ആണെങ്കിലും റേഡിയോ കണ്ടന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പലതും നമുക്ക് വിശ്വാസയോഗ്യമല്ല. എന്നാൽ മറ്റേതൊക്കെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ചെയ്യുന്ന സംഗതി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ വിശ്വാസയോഗ്യമാണെന്നുള്ളതാണ് ഒന്നാമത്തെ പോസിറ്റീവ്. പിന്നെ ലാസ്റ്റ് ലോങ്ങർ ആണ്. ഇപ്പോൾ ഒരു TV പരസ്യം ചെയ്താൽ കൊടുക്കുന്ന 30 സെക്കൻഡ് 1 മിനിറ്റ് അതിന് നിലനിൽപ്പുള്ളൂ. അതായത് നമ്മൾ ഹൈവേയുടെ വക്കില് ഒരു പരസ്യ ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിൽ നമുക്ക് നിൽക്കും. അപ്പൊ അത്രയും ഡ്യൂറേഷൻ കിട്ടുന്ന സാധനമാണ്. ദെൻ ഹൈ റീകോൾ വാല്യൂ. ഇപ്പൊ നമ്മൾ TV കണ്ട ഒരു പരസ്യം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ മറന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു റീകോൾ വാല്യൂ ഉള്ളത് കൊണ്ട്, ഇപ്പോൾ പത്ര പരസ്യങ്ങൾ മറ്റൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട്, അത് മാത്രമല്ല പ്രധാനമായിട്ടും വായിക്കുമ്പോൾ നമ്മൾ കണ്ണിലുടക്കുന്ന സാധനങ്ങൾ ഒരു പക്ഷേ കൂടുതൽ ശ്രദ്ധയോടെ നമ്മുടെ മനസ്സിലിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് പ്രിന്റ് മീഡിയയുടെ പോസിറ്റീവ് വശമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ലിമിറ്റഡ് റീച്ച് ആണ്. ഇപ്പോൾ നമ്മൾ TV പരസ്യം ചെയ്യുമ്പോൾ TVയുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പരസ്യം ചെയ്യുമ്പോൾ, ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം ചെയ്യുമ്പോൾ മില്യൺ കണക്കിന് ആളുകളിലേക്ക് ഒരേ സമയം അത് എത്തുന്നുണ്ട്. എന്നാൽ പത്രത്തിൽ എത്ര പോയാലും ആ പത്രം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പ്രദേശത്ത് മാത്രമേ അത് എത്തുന്നുണ്ടാവുകയുള്ളൂ.
പിന്നെ ഡിജിറ്റൽ ഡോമിനൻസ് എന്നുള്ളതൊരു നെഗറ്റീവാണ്. പുതിയ കാലത്ത് പത്രം ആളുകൾ പത്രം വായിക്കാറില്ല. ഒന്നുകിൽ അവരെന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിലൂടെ വാർത്താ ചാനലുകൾ വെച്ചിട്ട് അത് കാണുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ അന്വേഷിക്കുന്നില്ലാതെ പത്രം വായിക്കുന്നവർ കുറവായതുകൊണ്ട് പ്രിന്റ് മീഡിയ ഒക്കെ പ്രസക്തി ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. മീഡിയ നീഡ്സ് എ മീഡിയ മിക്സ്. പലപ്പോഴും പ്രിന്റ് മാധ്യമത്തിന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല. അപ്പോൾ പത്രമാധ്യമങ്ങൾ വഴി പരസ്യം ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യും, അതിന്റെ പുറമെ ഡിജിറ്റൽ മീഡിയയിലും കൊടുക്കും. കാരണം രണ്ടിലും കൊടുത്തെങ്കിൽ മാത്രമേ എല്ലാ ആളുകളിലേക്കും എത്തൂ എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ മാത്രം പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് പ്രിന്റ് മീഡിയ എന്നുള്ളത്. അതിന് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല എന്നുള്ള നെഗറ്റീവ് സൈഡ് കേട്ടോ. സർ, രണ്ടിനും ഗവൺമെന്റ് അനുമതി വേണോ? ഏതിനെ? ഏതിനാണ് വേണ്ടത്, പ്രിന്റിങ്ങിനാണോ? ഗവൺമെന്റ് അനുമതി എന്ന് വെച്ചാലേ അനുമതി ഉള്ളതും ഇല്ലാത്തതും വരുന്നുണ്ടാകും. പക്ഷെ നമുക്കൊരു പ്രിന്റ് മീഡിയ കാണുമ്പോൾ ഇത് ആരിറക്കിയതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിന്റെ കീഴിൽ കാണാൻ കഴിയും. ഒരു ന്യൂസ് ചാനൽ ഒരു വാർത്ത വന്നു, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുക തന്നെ എങ്ങനെയാണ് എന്ന് തോന്നുന്നു, എന്ന് പറയപ്പെടുന്നു. ആ രീതിയിലൊക്കെ ഒരു ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രിന്റ് മാധ്യമങ്ങളിൽ നോക്കുന്ന സമയത്ത് അവരുടെ റിപ്പോർട്ടറാണോ ഇത് പറഞ്ഞിട്ടുള്ളത്, ഏത് സ്ഥലത്ത് നിന്നാണ്, അത്തരത്തിലുള്ള കുറച്ചുകൂടി വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള സംഗതികളാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിന്റ് മാധ്യമങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത്തരത്തിലുള്ള പബ്ലിക്കേഷൻസ് ഒരു റിസ്ക് എടുക്കാൻ നിൽക്കില്ല. അവർക്ക് അത്രയും ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ അവർ കൊടുക്കുള്ളൂ. എന്നാൽ ഡിജിറ്റൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഫേക്ക് വാർത്തകളൊക്കെ എത്രയോ വരുമല്ലോ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലൊക്കെ. പക്ഷെ അത്തരം ഫേക്ക് വാർത്തകൾ ഒരിക്കലും നമുക്കൊരു പത്രത്തിൽ കാണാൻ കഴിയില്ല. കാരണം ആ പത്രം റെപ്യൂട്ടഡ് ആയതുകൊണ്ട് അത്രയും സൂക്ഷ്മമായി പരിശോധിച്ച സാധനങ്ങൾ മാത്രമേ അതിൽ വരുള്ളൂ. ഒരു ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്ന പോലെയുള്ള വ്യാജ പരസ്യങ്ങളും മറ്റൊന്നും ഉണ്ടാകില്ല. ആരാണത് ചെയ്തത്, ആരാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പ്രിന്റ് മീഡിയയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് എന്നുള്ളതിൽ വല്ലാതെ ഫോക്കസ് കൊടുക്കേണ്ടതില്ല. ക്ലിയർ അല്ലേ? ഓക്കെ സർ. ഇനി രണ്ടാമത്തതാണ് റേഡിയോ എന്നുള്ളത്. പ്രിന്റ് മാധ്യമത്തിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള വലിയൊരു മുന്നേറ്റമാണ് റേഡിയോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അഥവാ റേഡിയോ വേവ്സ് എന്ന് പറയും. കാരണം നമുക്കറിയാം റേഡിയോ എന്ന് പറയുമ്പോൾ തരംഗങ്ങളാണ്. തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഒരു റേഡിയോ വർക്ക് ചെയ്യാറുള്ളത്. അപ്പൊ അത് 30 ഹെർട്സ് HZ എന്ന് പറഞ്ഞാൽ ഹെർട്സ്, നമ്മൾ കിലോഗ്രാം മില്ലിഗ്രാം സെന്റിമീറ്റർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ തരംഗങ്ങളെ കണക്കാക്കുന്ന ഒരു ഇതാണ് HZ അഥവാ ഹെർട്സ് എന്നുള്ളത്. അപ്പൊ 300 ഹെർട്സ് മുതൽ 300 ജിഗാ ഹെർട്സ് വരെ അതിന്റെ വേവ്സ് ഉണ്ടാകാറുണ്ട്. അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അഡ്വാൻറ്റേജസ് നോക്കുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള രണ്ടാമത്തെ മാധ്യമമാണ്. അതായത് പത്രത്തിന് ശേഷം, അച്ചടി മാധ്യമത്തിന് ശേഷം രണ്ടാമതായിട്ട് പാരമ്പര്യമുള്ള സെക്കൻഡ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാധ്യമമാണ് റേഡിയോ. പിന്നെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രദേശത്തെ ആളുകളെ മാത്രം സ്വാധീനിക്കാൻ പാകത്തിന് പലപ്പോഴും റേഡിയോ വർക്കുകൾ ചെയ്യാൻ കഴിയാറുണ്ട്. പത്രത്തിലും അത് സാധ്യമാണ്. എന്നാൽ ഒന്നും കൂടി എഫക്റ്റീവായിട്ട് ടാർഗറ്റഡ് ആയിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത ഏരിയകളിലും ഡെമോഗ്രാഫിക്സിലൊക്കെ എത്തിച്ചേരാൻ പറ്റുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് കൂടി അതിനുണ്ട്. അപ്പോൾ പത്രങ്ങൾ പലയിടങ്ങളിലും പത്രം എത്താറില്ല. പക്ഷെ അതേസമയം തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാകും, റേഡിയോ യൂസ് ചെയ്യുന്നുണ്ടാകും എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡ് അവിടെ ഉണ്ട്. നെഗറ്റീവിലേക്ക് പോകുമ്പോൾ വിഷ്വൽ എലമെന്റ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരു കാര്യം, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഈ ഒരു നോട്ട്സ് ഒന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാതെ കേവലം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകില്ല. ഒരു സെക്കൻഡ് പോലും ഇടാതെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടി വരും. എന്നാൽ ഇപ്പോ റേഡിയോയിലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. കേൾക്കുക, ഒരു മിനിറ്റ് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ പ്രിന്റ് മാധ്യമത്തിലൂടെ ആകുമ്പോൾ നമുക്ക് ഒരു വിഷ്വൽ ആയിട്ടുള്ള സംഗതി ഉള്ളത് കൊണ്ട് ഒന്നും കൂടി മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ദെൻ പാക്കേജിംഗ് ബേസ്ഡ് പ്രൊഡക്ട്സ് ലോസ് അപ്പിയർ ഇൻ അർബൻ ആൻഡ് ലോ ലിറ്ററസി റൂറൽ മാർക്കറ്റ്. പലപ്പോഴും സാക്ഷരത കുറഞ്ഞ പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ പല അർബൻ ഏരിയാസിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പല പ്രൊഡക്റ്റുകൾക്കും ഇതിലൂടെ റീച്ച് കിട്ടാറില്ല. റേഡിയോയിലൂടെ പരസ്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യാറില്ല, പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് സാക്ഷരത കുറഞ്ഞ സജ്ജീകരണങ്ങളൊക്കെ കുറഞ്ഞ ഏരിയകളിൽ ഈ പാക്കേജിംഗ് ബേസ്ഡ് പ്രൊഡക്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രസക്തി കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഓഡിയൻസ് ഫ്രാഗ്മെന്റേഷൻ ഡ്യൂ ടു മെനി അവൈലബിൾ റേഡിയോ സ്റ്റേഷൻസ്. ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ട് എന്നുള്ളത്, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് സ്റ്റേഷൻ വഴി ഇത് കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥ അത് വല്ലാത്ത സംഭവമാണ്. ഇപ്പൊ ഒരു റേഡിയോ സ്റ്റേഷന്റെ പരിധിയിൽ വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് എവിടെ കൊടുക്കണം, അത്രയും ചെതറിക്കെടുക്കുന്ന ഓഡിയൻസ് ആണ് എന്നുള്ള നെഗറ്റീവ് സൈഡ് റേഡിയോയുടെ വിഷയത്തിൽ കാണാനായിട്ട് പറ്റും. സർ, പാക്കേജിംഗ് ബേസ്ഡ് പ്രോഡക്ട്സ് ഒന്നും കൂടെ പറയോ?
അതായത് പാക്കേജിംഗ് ബേസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് മീൻസ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പോയിന്റ് ആണത്. പാക്കേജിംഗ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് അയക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാകുമല്ലോ, അത്തരം പ്രൊഡക്റ്റുകൾക്ക് റേഡിയോ കൊണ്ട് ഒരു ഉപകാരം ഇല്ല എന്നുള്ളതാണ്. ഒരു പ്രിന്റ് മാധ്യമത്തിലൂടെ ഒക്കെ അത്തരം പ്രൊഡക്റ്റുകളുടെ പരസ്യങ്ങൾ, അതിന്റെ ലോഗോ, ബ്രാൻഡിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ സാക്ഷരത ഒക്കെ കുറഞ്ഞ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് അതിനെ കാണിക്കാൻ പോലും പറ്റുന്നുണ്ടാകില്ല. ഇപ്പോൾ ഒരു കമ്പനിയുടെ പേര്, ഇപ്പോൾ ഉദാഹരണത്തിന് അതിപ്പോൾ ഏത് ബ്രാൻഡാ പറയാ, ഇപ്പോൾ ഡയറി മിൽക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ പരസ്യം, അതിന്റെ ഒരു ചോക്ലേറ്റിന്റെ പരസ്യം നമ്മൾ പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡയറി മിൽക്ക് എന്നുള്ളത് കാണാം. അപ്പൊ അത് കണ്ട മനുഷ്യൻ അതേ കമ്പനിയുടെ പേര് മറ്റൊരു സ്ഥലത്ത് പോയി കാണുമ്പോൾ ആ സാധനം വാങ്ങും. അതായത് ഈ ലോ ലിറ്ററസി ആയിട്ടുള്ള ഒരു സ്ഥലത്തൊന്ന് ആലോചിച്ച് നോക്കൂ, ഡയറി മിൽക്ക് എന്നൊരാൾ കേട്ടു, അയാളത് കണ്ടിട്ടില്ല, ആ കാണാത്ത ആൾ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഇത് ഡയറി മിൽക്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും അയാളത് പർച്ചേസ് ചെയ്യൂല. കാരണം പരസ്യം കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കേട്ട സാധനം ഇതാണ് എന്ന് വായിക്കാൻ അറിയാത്ത ഒരാൾ ഒരിക്കലും അത് കണക്ട് ചെയ്ത് ചെയ്യൂല എന്നുള്ളതാണ്. അപ്പോൾ പാക്ക് ചെയ്ത് വരുന്ന അതായത് കമ്പനിക്ക് പേരും ബ്രാൻഡൊക്കെ ഉള്ള അത്തരം പ്രൊഡക്റ്റുകളുടെ ബിസിനസ് രംഗത്ത് ഒരിക്കലും എന്തല്ല, റേഡിയോ യൂസ്ഫുൾ അല്ല എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത് കേട്ടോ. യൂസ്ഫുൾ അല്ലേ? ഓക്കെ, പിന്നെ ഇനി റേഡിയോയുടെ കാര്യത്തിലേക്കാണ്. റേഡിയോയുടെ ടൈപ്സ് കുറെ വരുന്നുണ്ട്, അല്ലാതെ കുറിച്ച് വറീഡ് ആകേണ്ടതില്ല. ആദ്യത്തെ രണ്ടെണ്ണമാണ് ഇമ്പോർട്ടന്റ്, AM റേഡിയോയും FM റേഡിയോയും. അപ്പോൾ ഇത് പലപ്പോഴായിട്ട് വികസിച്ച് വന്നിട്ടുള്ള വലിയ ടൈപ്പുകളാണ്. അപ്പോൾ അതിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, പലതരത്തിലുള്ള റേഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ കുറേ ടെക്നോളജിക്കൽ സൈഡാണ്, അത് വല്ലാതെ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇന്ററാക്റ്റീവ് ആസ്പെക്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. അപ്പോൾ AM റേഡിയോ മീൻസ് ഇപ്പോൾ പറഞ്ഞില്ല, റേഡിയോ വേവ്സ് ആണ്, തരംഗങ്ങളാണ്. ഈ തരംഗങ്ങളുടെ സ്വഭാവം മാറുമ്പോൾ റേഡിയോയുടെ പ്രവർത്തനത്തിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ പുതിയ ഡെവലപ്മെന്റ്സ് വരുമ്പോൾ ഈ തരംഗങ്ങളിലാണ് യഥാർത്ഥത്തിൽ മാറ്റം വരുന്നത്. കാണുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മാറുന്നു എന്നുണ്ടെങ്കിലും അതിൽ ഉപയോഗിക്കുന്ന വേവ്സ്, ആ വേവ്സിന്റെ പവർ, അതിലൊക്കെ മാറ്റം വരുമ്പോഴാണ്, അതിന്റെ തരത്തിൽ മാറ്റം വരുമ്പോഴാണ് റേഡിയോയിലും മാറ്റം വരുന്നുണ്ടാവുക. AM റേഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗത സാധാ റേഡിയോ ആണ് AM റേഡിയോ എന്നുള്ളത്. അപ്പോൾ അവിടെ AM എന്നുള്ളതിന്റെ ഫുൾ ഫോം കൃത്യമായിട്ട് പഠിച്ചേക്കുക, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. നോട്ട് ചെയ്ത് വെക്കുക, മറക്കരുത്. ഒരു ബേസിക് സൗണ്ട് ക്വാളിറ്റിയാണ് അതിനുണ്ടാവുക. പഴയ കാലത്ത് നമ്മുടെ റേഡിയോകളൊക്കെ ഈ ഒരു പരിധിയിലാണ് വരിക, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഈ റേഡിയോ വേവ്സുമായി ബന്ധപ്പെട്ട ടേമാണ് അത്. അങ്ങനെ തന്നെ ആ ടേംസ് പഠിച്ചേക്കാണ് ചെയ്യുന്നത്. AM എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, FM എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ. അത് മറക്കരുത്. അപ്പോൾ വളരെ ചില പദങ്ങൾ മാത്രമാണ് കൃത്യമായിട്ട് പഠിക്കാനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാറ്റി ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതേ ഉള്ളൂ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് AM. FM എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ഈ മോഡുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, അപ്പോൾ പണ്ട് AM-ന് ബേസിക് സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നുള്ളൂ. FM റേഡിയോയിലേക്ക് വരുന്ന സമയത്ത് ആ സൗണ്ട് ക്വാളിറ്റി ഒന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പലയിടങ്ങളിൽ ഇപ്പോൾ നമ്മുടെ കാറുകളിലൊക്കെ FM റേഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല മെറ്റീരിയലുകളിലൊക്കെ ഘടിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് FM റേഡിയോ വികസിച്ചു വന്നത്. അതുപോലെ തന്നെ പിന്നെ സാറ്റലൈറ്റ് റേഡിയോ, ഷോർട്ട് വേവ് റേഡിയോ ഒന്നും വല്ലാതെ ശ്രദ്ധിക്കാനില്ല, പേരുകൾ ഒന്ന് ഓർത്ത് വെക്കുക എന്നുള്ളത് മാത്രം. ദെൻ ഹാം റേഡിയോ മീൻസ് ഇപ്പോൾ നമുക്കറിയാലോ, ഇത്തരത്തിലുള്ള നമ്മുടെ പോലീസിന്റെ കയ്യിൽ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒരു ഫോണ്. ഇത് ഫോണല്ല, അതിൽ ഉപയോഗിക്കുന്നത് ശരിക്ക് റേഡിയോ സെറ്റപ്പ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വളണ്ടിയേഴ്സിന്റെ സെക്യൂരിറ്റിയുടെ കയ്യിലൊക്കെ ഉണ്ടാകും. അത് ഇവിടെ നിന്ന് വയർലെസ് കണക്ഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തുന്നത്. അത് ശരിക്കും അത് റേഡിയോ സംവിധാനത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിന് അമേച്വർ റേഡിയോ എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. അത് സൗകര്യം ഉള്ള പോലെ നിങ്ങൾ അത് നോട്ട്സിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക, അവിടെ വിശദീകരിക്കാൻ മാത്രമില്ല. പിന്നെ കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ളത് വേറെ ടൈപ്പാണ്. അത് ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ അല്ല, മറിച്ച് സംസ്കാരമാണ് കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ളത്. അത് പൊതുജനങ്ങളൊക്കെ ഈ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാനും പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് റേഡിയോ തുടങ്ങുന്ന ഒരു സംസ്കാരം. അതാണ് ശരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ളത്. പ്രാദേശികമായിട്ടുള്ള റേഡിയോകൾ, അത് ഈ പറയുന്ന ഒരു മെറ്റീരിയൽ അല്ല, അത് മറിച്ച് അതൊരു ട്രെൻഡാണ് കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ളത്. ഈ പിക്ചറിൽ കാണാം, ഒരു മെറ്റീരിയൽ അല്ല, മറിച്ച് പ്രാദേശികമായിട്ടുള്ള സെറ്റപ്പുകൾ വെച്ചിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ, അടുത്തത് പിന്നെ ജസ്റ്റ് വായിച്ചു നോക്കാനുള്ള ഒരു ഭാഗമാണ് ടെലിവിഷൻ എന്നുള്ളത്. ടി വി എന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 21ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഒരു വലിയ വിപ്ലവമാണ്, ഡിജിറ്റൽ മീഡിയ വിപ്ലവമാണ് ടെലിവിഷൻ എന്നുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സംഗതിയാണ്. വീടുകളിലും മറ്റൊക്കെ ആളുകൾക്ക്, ചുരുങ്ങിയ ആളുകൾക്കൊക്കെ കൂടിയിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് TV എന്നുള്ളത്. ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു, അത് തന്നെയാണ് പ്രധാനപ്പെട്ട സവിശേഷത. പ്രതിദിനം തന്നെ ഒരാൾ 3 മണിക്കൂർ 40 മിനിറ്റ് വരെയൊക്കെ പ്രതിദിന വ്യൂവർഷിപ്പ് TVക്ക് ഉണ്ട് എന്നുള്ള ഒരു പ്രസക്തി കൂടി കാണാൻ പറ്റും. ഏറ്റവും
പോപ്പുലർ ആയിട്ടുള്ള ഡൊമസ്റ്റിക് മീഡിയമാണ്. പ്രാദേശികമായിട്ട് ഏറ്റവും കൂടുതൽ വർക്കൗട്ടായ ഒരു മാധ്യമം കൂടിയാണ് ടിവികൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷന് സഹായകമായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ടി വി കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഷോ കാണാനായിട്ടിരിക്കും, അതിനിടയിലൂടെ പല പരസ്യങ്ങളും കടന്നു വരും. ആ പരസ്യങ്ങളാണ് യഥാർത്ഥത്തിൽ പല പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരുന്നത്. അപ്പോൾ ടി വി അത്രയും വലിയൊരു പരസ്യ മേഖല കൂടിയായിരുന്നു. അത്തരം പിന്നെ വ്യത്യസ്തമായ കണ്ടന്റുകൾ കിട്ടുന്നു. അതായത് സിനിമകൾ, വാർത്ത, സ്പോർട്സ്, കൾച്ചറൽ ഇവന്റ്, ഇതൊക്കെ നമുക്ക് ടി വിയിലൂടെ കാണാൻ പറ്റും എന്നുള്ള ഒരു സംഗതി അവിടെ വരുന്നുണ്ട്. അപ്പൊ അതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. അത് നിങ്ങൾ വായിച്ചു പഠിക്കുക. ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ മാത്രം, ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമുള്ള പോയിന്റ്സ് ഒന്നും ഈ ഒരു ഭാഗത്ത് വരുന്നില്ല. ഓക്കെ, ദെൻ ടി വിയിൽ വരുന്ന അഡ്വാൻറ്റേജുകളാണ്. ഒന്നാമത് ഇൻഫോർമേഷൻ ഡെസിമിനേഷൻ, അതായത് ഈ ഒരു വാർത്തകളും മറ്റുമൊക്കെ പെട്ടെന്ന് വിതരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. പിന്നെ എഡ്യൂക്കേഷണൽ വാല്യൂ ഉള്ള വിദ്യാഭ്യാസപരമായ മൂല്യമുള്ള കണ്ടന്റുകൾ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്, ആളുകൾക്ക് വളരെ അനായാസം അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ടി വി കാണാൻ പറ്റും. 24 മണിക്കൂറും അതിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് സമയത്ത് കാണണം എന്നുള്ളത് ഫ്ലെക്സിബിൾ ആണ്. ദെൻ ലോകത്തുള്ള ഗ്ലോബൽ എക്സ്പോഷർ, ലോകത്തുള്ള എല്ലാ ഇടങ്ങളിലേക്കും നമുക്കൊരു ലഭ്യത ലഭിക്കുന്നു. അവിടുത്തെ വാർത്തകളും ഇവന്റ്സും കൾച്ചറൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ വളരെ വേഗതയുള്ള, ഒരുപാട് ആളിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ മാധ്യമമാണ് ടി വി എന്നുള്ളത്. പിന്നെ അഫോർഡബിൾ ആണ്. നമുക്കറിയാം പണ്ടൊക്കെ എല്ലാ വീടുകളിലും ടി വി ഉണ്ടായിരുന്നു. അത്ര ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വളർന്നിരുന്നു. പിന്നെ മൊബൈൽ വന്നപ്പോഴാണ് പല വീടുകളിൽ നിന്നും അത് ഇല്ലാതെ ആയി പോയത്. ഇപ്പോൾ കേബിൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഷ് ടി വി പോലെയുള്ള സെറ്റപ്പുകളൊക്കെ താരതമ്യേന ചെലവ് കുറവാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടി വി വർക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ, ഇപ്പോൾ പാചക സംബന്ധമാകാം, സാമ്പത്തിക സംബന്ധമാകാം, കുടുംബപരമാകാം, കായികപരമാകാം, അങ്ങനെ എല്ലാ തരത്തിലുള്ള കണ്ടന്റുകൾ ലഭിച്ചിരുന്നു എന്നുള്ളത്. നെഗറ്റീവ് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംപ്രോപ്പർ കണ്ടന്റ് ലഭിക്കും എന്നുള്ളതാണ്. ടി വി എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത വിഭാഗത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല അതിലൊരു സംഗതി പ്രക്ഷേപണം ചെയ്യാം. ഒരു പക്ഷേ അതിൽ സെക്ഷൽ കണ്ടന്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ വയലന്റ് തീംസ് ഉണ്ടാകാം. അപ്പോൾ അത്തരം സമയങ്ങളിൽ ആ ഒരു കുട്ടിയാണ് ടി വി കാണുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഏത് സമയത്ത് എന്താ അതിൽ പ്രക്ഷേപണം ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ദെൻ ടൈം കൺസ്യൂമിങ് പറയേണ്ടതില്ല, അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു അവസ്ഥ, അതിലൂടെ മടിയും അൺപ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്. പിന്നെ നെഗറ്റീവ് ബിഹേവിയേഴ്സ്, നിരന്തരമായിട്ട് ഈ വയലന്റ് സീനുകളൊക്കെ കാണുമ്പോൾ ലോകത്തെ കുറിച്ചുള്ള ചിന്ത വയലന്റ് ആയിട്ട് മാറുക, അത്തരത്തിലുള്ള ചില കൊലപാതക പ്രേരണ ഉണ്ടാവുക, അത്തരം വിഷയങ്ങളൊക്കെ നെഗറ്റീവ് എഫക്റ്റ് ആണ്. ദെൻ ഹെൽത്ത് എഫക്റ്റ്, ഇപ്പൊ നമ്മുടെ കണ്ണിന്, അതുപോലെ തന്നെ ഉറക്ക സംബന്ധമായിട്ട് മറ്റൊക്കെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. പിന്നെ ടി വി ഇങ്ങനെ കണ്ടിരുന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളുമായിട്ടുള്ള കണക്ഷൻ, ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇടപെടാൻ അറിയാതെ പോകുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ പല ടി വികളും എന്ത് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളെയും പൊലിപ്പിച്ച് കാണിക്കാറുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് പകരം സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പല പ്രോഗ്രാമുകൾ ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ മാനസിക ആരോഗ്യത്തെയും വല്ലാതെ ഇത് ബാധിക്കാറുണ്ട് എന്നുള്ള അവസ്ഥകൾ. അപ്പൊ അതാണ് ടി വിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പൊ നമ്മള് പ്രിന്റ് മീഡിയ പറഞ്ഞു, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞു, റേഡിയോയുടെ പോസിറ്റീവ് നെഗറ്റീവും ടൈപ്സ് ഒക്കെ പറഞ്ഞു, ടെലിവിഷന്റെ പോസിറ്റീവ് നെഗറ്റീവും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഫിലിം എന്നുള്ളത്. ഫിലിം എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമ, ഡോക്യുമെന്ററി ഒക്കെ, അതായത് ചലച്ചിത്രം, അതാണ് ഫിലിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിലിം ഈസ് ആൻ ആർട്ട് ഫോം യൂസിങ് മൂവിങ് ഇമേജസ് ടു എക്സ്പ്രസ് എക്സ്പീരിയൻസസ്, ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ബ്യൂട്ടി. ഇപ്പോൾ സൗന്ദര്യം, അതുപോലെ തന്നെ വികാരങ്ങള്, ആശയങ്ങള്, ഐഡിയകള്, നമ്മുടെ അനുഭവങ്ങൾ, ഇതൊക്കെ ചലച്ചിത്രങ്ങളിലൂടെ, കേവലം ഫോട്ടോഗ്രാഫി അല്ല, മറിച്ച് ചലിക്കുന്ന ചിത്രങ്ങളുടെ സഹായത്തോടെ, വീഡിയോ സഹായത്തോടെ, സിനിമ, ഡോക്യുമെന്ററി അത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിലിം എന്ന് പറയുക. 21ാം നൂറ്റാണ്ടിലാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സിനിമ എന്ന് കൂടി അത് അറിയപ്പെടാറുണ്ട്. ഫിലിം ഇൻഡസ്ട്രി ആണ് ഇതിൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. 1895 ലുമിയർ സഹോദരന്മാർ, ഇപ്പൊ നമ്മൾ വിമാനം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ റൈറ്റ് സഹോദരന്മാർ എന്ന് പറയുന്നത് പോലെ ലുമിയർ സഹോദരന്മാരാണ് സിനിമ കണ്ടെത്തിയിട്ടുള്ളത്. 1895 ഡിസംബർ 31 ഫ്രാൻസിലായിരുന്നു അവരുടെ ആദ്യത്തെ പ്രദർശനം അവരന്ന് നടത്തിയത്. അപ്പൊ അതൊരു ജനറൽ നോളജ് കൂടിയാണ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. പിന്നെ വരുന്ന കുറച്ച് ഏരിയാസ് സ്വല്പം പ്രയാസമുള്ള വിഷയങ്ങളാണ്. ഇൻട്രൊഡക്ടറി ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഇത് വരുമോ എന്നുള്ളത് താരതമ്യേന സാധ്യത കുറവാണ്. ജസ്റ്റ് പറയാം, ഫിലിം സ്റ്റഡീസും ഫിലിം ക്രിറ്റിസിസവും. ഫിലിം ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സംഗതിയുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് പഠിക്കുക. അതായത് അതിന്റെ വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടോ, ക്യാമറ ഉഷാറാണോ, സൗണ്ടിന് ക്ലാരിറ്റി ഉണ്ടോ, അഭിനയം കൃത്യമായിട്ട് കാണാനുണ്ടോ, ഏത് പ്ലോട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള അതിന്റെ ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക.
എന്നാൽ ഫിലിം സ്റ്റഡീസിൽ വരുന്ന സമയത്ത് അവിടെ ആ സിനിമയുടെ അർത്ഥത്തെയാണ് നമ്മൾ മനസ്സിലാക്കുക. അർത്ഥം, സാമൂഹിക പശ്ചാത്തലം, ടെക്നിക്കൽ സൈഡ് ആകൂല, മറിച്ച് അതിന്റെ അർത്ഥവുമാണ് നമ്മൾ പഠിക്കുക. അപ്പൊ അതാണ് ഫിലിം ക്രിറ്റിസിസവും ഫിലിം സ്റ്റഡീസും തമ്മിലുള്ള ഒരു വ്യത്യാസം. ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമ്മളവിടെ പ്ലോട്ട്, ക്യാമറ, അത്തരം കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് എടുക്കുക. സ്റ്റഡീസിൽ നമ്മൾ അതിന്റെ അർത്ഥം, അതിന്റെ ഒരു ഘടന, അത്തരം വിഷയങ്ങളായിരിക്കും ചർച്ചയ്ക്ക് എടുക്കുക. പിന്നെ പല ഫിലിം തിയറീസിനെ കുറിച്ചാണ് പറയുന്നത്. അത് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളായിരിക്കും. ജസ്റ്റ് പറയാം. സിനിമ ആൻഡ് ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ സിനിമ നിരന്തരമായിട്ട് കാണിക്കുന്നതിലൂടെ സിനിമയിൽ എന്ത് ചെയ്യുന്നു, ധാരാളമായിട്ട് ആങ്സൈറ്റിയുടെ, ഉത്കണ്ഠകളുടെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു ട്രെൻഡ് സിനിമാ രംഗത്ത് രൂപപ്പെട്ടിരുന്നു. അതായത് ഒരു നിശ്ചിത ഇവന്റ് കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹൊറർ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന നിഴലുകള്, അതുപോലെ അങ്ങനെ പല ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഹോളിവുഡിലും മറ്റുമൊക്കെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്ന സംഗതികൾ കൂടുതൽ സജീവമായി. പിന്നെ ട്രേഡ് സെന്റർ ആക്രമണം, 2011 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം തീവ്രവാദ സംബന്ധമായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ ഹൊറർ ഫിലിംസിന്റെ രൂപത്തിൽ നാഷണൽ ട്രോമ വർദ്ധിപ്പിക്കുന്ന, സാംസ്കാരികപരമായിട്ടുള്ള ഭയം ഉൽപ്പാദിപ്പിക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് സിനിമ ആൻസൈറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ ഹ്യൂമൻ കണ്ടീഷൻ ആൻഡ് ഫിലിം തിയറി എന്ന് പറയുമ്പോൾ സിനിമ എന്നുള്ളത് ഒരേ സമയം സൈക്കോളജിയുടെയും ഫിലോസഫിയുടെയും റെട്രിക്കിന്റെയും, റെട്രിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വെച്ചാൽ അലങ്കാരങ്ങൾ. അപ്പോൾ ആലങ്കാരികമായ, മനഃശാസ്ത്രപരമായ, അതുപോലെ തന്നെ ഫിലോസഫിക്കലായ പല ഘടകങ്ങളുടെയും ഒരു സമന്വയമാണ് ഒരു സിനിമ എന്നുള്ളത്. ആ സിനിമക്കകത്ത് മനഃശാസ്ത്രമുണ്ട്, അതിനൊരു തത്വശാസ്ത്രമുണ്ട്, അതിനൊരു അലങ്കാര ശാസ്ത്രവും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകളാണ് ഹ്യൂമൻ കണ്ടീഷൻ എന്നുള്ളതിൽ പറയുക. അതായത് ഒരു ഫിലിമിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, കേവലം അതൊരു ചിത്രമല്ല, പക്ഷെ ചിത്രത്തിനകത്ത് ധാരാളമായിട്ടുള്ള അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു തിയറി. പിന്നെ ഒരുതാണ് മൊണ്ടേഷ് തിയറി എന്നുള്ളത്. മൊണ്ടേഷ് തിയറി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കുലേഷോവ് ആൻഡ് എയ്ൻസ്റ്റീൻ അവരാണ്, ഈ രണ്ടു പേരാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഫിലിം എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടത്തിയിട്ടുള്ള രണ്ട് സോവിയറ്റ് തിയറിസ്റ്റുകളാണ് ഈ രണ്ടാളുകൾ. മൊണ്ടേഷ് തിയറി മാത്രമാണ് പൊതുവെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അതിൽ തന്നെ കുലേഷോവ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട് സിനിമയിൽ. അതായത് ഒരു സിംഗിൾ ഇമേജിന് തന്നെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇപ്പൊ ഒരു നടൻ നടന്നു പോകുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ കേവലം ഒരു നടത്തം മാത്രമല്ല, മറിച്ച് അതിൽ ഒരുപാട് വികാരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഒറ്റ ഷോട്ടിൽ നിന്ന് തന്നെ ധാരാളം അർത്ഥങ്ങൾ ഒരേ സമയം അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് സോവിയറ്റ് തിയറിസ്റ്റ് ആയിട്ടുള്ള കുലേഷോവിന്റെ ഒരു തിയറി. അതിൽ നിന്നാണ് മൊണ്ടേഷ് തിയറിയുടെ ഒരു ഉത്ഭവം വരുന്നത്. അപ്പോൾ ഫിലിം എഡിറ്റിംഗ് ബിക്കം എ പവർഫുൾ പൊളിറ്റിക്കൽ നരേറ്റീവ് ടൂൾ. അപ്പോൾ നമുക്കൊരു രാഷ്ട്രീയപരമായിട്ടോ അല്ലാത്ത ഒരു കണ്ടന്റ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിലിം എഡിറ്റിംഗ് ഒരു നല്ല മാതൃ സെറ്റപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥ. പിന്നെ ഒരു റിയലിസം പ്രോബ്ലം എന്നുള്ളതാണ്. ഈ സിനിമയും അതിന്റെ എത്രത്തോളം അത് യാഥാർത്ഥ്യ ബോധം ഉണ്ട് എന്നുള്ള ഒരു സംഗതിയാണ്. നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ കാണുന്ന അർത്ഥം മാത്രമാണോ അതോ അതിനകത്തല്ലാത്ത വായനകളുണ്ടോ? അപ്പൊ ഒരു റിയലിസം എന്നുള്ള ഒരു സംഗതി, റഷ്മോൻ എന്നുള്ള ഒരു ഫിലിമിനെ തുടർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ലോകത്ത് സജീവമായത്. പിന്നെ വരുന്ന ഒരു തിയറിയാണ് ഓൾട്ടിയർ തിയറി. ഓൾട്ടിയർ തിയറിക്ക് അവിടെ പറയാൻ സംഗതി, നമുക്കതിന് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഓദർ തിയറി എന്ന് പറയാം. അതായത് ഒരു സിനിമ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിൽ അഭിനയിച്ച നടന്റെ അല്ല, ആ സിനിമയിലുള്ള കഥയുടെയും അല്ല, മറിച്ച് ആരാണോ അതിന്റെ ഓദർ അയാളുടേതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഓദർ ആരാണ്? ഡയറക്ടറാണ് എന്നുള്ളതാണ് ഈ ഒരു തിയറി സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ട്രഫോർട്ട്, അതുപോലെ തന്നെ സാരിസ് എന്നൊക്കെ പറയുന്ന സ്കോളേഴ്സ് ആണ് ഇതിനെ കൊണ്ടുവന്നതും അതിനെ വിശദീകരിച്ചതും ഒക്കെ. അപ്പൊ ഒരു സിനിമയുടെ ഡയറക്ടർക്കാണ് പ്രധാന പങ്കുള്ളത്. അപ്പൊ അത് സിമ്പിൾ തിയറി ആട്ടോ, മനസ്സിലാക്കി വെച്ചോളൂ. ഓഷിയർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഓദർ എന്നുള്ളത് ആ സിനിമയുടെ ഡയറക്ടർ ആണെന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ അവിടെ ആ ഒരു സിനിമയുടെ പൂർണ്ണമായ കൺട്രോൾ ഡയറക്ടർക്കാണ് ഉള്ളത്. ഫിലിം ഡയറക്ഷനിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സംഗതിയാണ്. ദെൻ പൊളിറ്റിക്സ് പിക്ചേഴ്സ് ആണ്. ഇപ്പൊ അതായത് ഇപ്പോൾ പുതിയ കാല സിനിമകളിലൊക്കെ LGBT ക്യാരക്ടേഴ്സ് ധാരാളമായിട്ട് കാണുന്നുണ്ട്, ഫെമിനിസ്റ്റ് ചിന്താഗതികൾ ധാരാളം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പൊളിറ്റിക്സ് ആണ് ശരിക്കും. അപ്പൊ ആ പൊളിറ്റിക്സുകളൊക്കെ ഈ ഒരു ചലച്ചിത്രത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥ, അതാണ് പൊളിറ്റിക്സ് ഓഫ് മോഷൻ പിക്ചേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഇടക്കാലത്ത് വന്ന പല സിനിമകളും സാധാരണയായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അതൊക്കെയാണ് ഫിലിം തിയറീസിൽ വരുന്നത്. ഇൻട്രൊഡക്ടറി ആസ്പെക്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു വ്യക്തതയില്ല ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ വരും എന്ന്. എല്ലാ തിയറികളെ കുറിച്ചൊരു ബേസിക് ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതിൽ പറയാൻ കഴിയുള്ളൂ.
ഇനി അഥവാ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിലും ഓപ്ഷണൽ ചോദ്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് മോശമില്ലാതെ എഴുതാൻ പറ്റും. എന്താണ് ഫിലിം, അതുപോലെ തന്നെ അതിൽ ഫിലിം സ്റ്റഡീസ്, ക്രിറ്റിസിസം, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഓദർ തിയറി ഒക്കെ വളരെ സിമ്പിൾ ആണ്, അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ അത്രയാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ആൻഡ് ഫൈനലി ഇനി ഡിജിറ്റൽ മീഡിയയെ കുറിച്ചാണ് നവമാധ്യമങ്ങൾ, ഇതിന്റെ സവിശേഷതകൾ, ഗുണങ്ങൾ, ദോഷങ്ങൾ, അതാണ് ഈ ഒരു ഭാഗത്ത് ഇനി പറയാനുള്ളത്. അപ്പോൾ അതിന്റെ സവിശേഷത നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ സവിശേഷത ഇന്ററാക്ടിവിറ്റി ആണ് നവമാധ്യമങ്ങളുടെ. അത് പുതിയ കാലത്തുള്ള സോഷ്യൽ മീഡിയ ഒക്കെ നവമാധ്യമങ്ങളാണ്. കൂടുതൽ ഇന്ററാക്റ്റീവ് ആണ്, പരസ്പരം ആൾക്ക് കണക്ട് ചെയ്യാൻ, അതായത് റെസ്പോണ്ട് ചെയ്യാൻ, ഒരു പോസ്റ്റ് നമ്മൾ അതിന് കമന്റ് ചെയ്യാൻ, അത്തരത്തിലുള്ള അവസ്ഥകളുണ്ട്. ദെൻ ഹൈപ്പർ ടെക്സ്റ്റൽ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗൂഗിളിലും മറ്റൊക്കെയുള്ള ലിങ്കുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ www. എന്ന് പറഞ്ഞു തുടങ്ങുന്ന അത്തരം ലിങ്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ലിങ്കുകളിലൂടെ ഒരുപാട് ഡാറ്റകളിലേക്ക് ആക്സസ് കിട്ടുന്ന ആ ഒരു അവസ്ഥ, അതിന് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ ലെറ്റ്സ് യൂസേഴ്സ് ടു നാവിഗേറ്റ് കോണ്ടന്റ് ത്രൂ ഹൈപ്പർ ലിങ്ക്സ്. ഇത്തരത്തിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഉള്ളടക്കങ്ങളെ പരിധി നോക്കാനും അന്വേഷിക്കാനും കൂടുതൽ സുഗമമായിട്ട് കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള ഒരു അവസരം നവമാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഗോള നെറ്റ്വർക്ക്, ഗ്ലോബൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുന്നു. ദെൻ വെർച്വൽ വേൾഡ്, പുതിയ കാലത്ത് ഇപ്പോൾ റിയാലിറ്റിയും മറ്റുമൊക്കെ കൂടുതൽ വെർച്വൽ ആയിക്കൊണ്ടുള്ള സമൂഹ മാധ്യമങ്ങളിലുള്ള ഒരു വെർച്വൽ രൂപം. വെർച്വൽ എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമുകളാണെങ്കിലും ഇന്ന് വെർച്വലായി. പണ്ടൊക്കെ ഇത്തരത്തിൽ ക്ലാസ് എടുക്കുക എന്നുള്ളത് നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റിയിരുന്നില്ല. പക്ഷെ ഇന്ന് വെർച്വൽ ക്ലാസ് റൂമുകൾ സാധ്യമായി. ദെൻ സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗെയിംസ്, അത്തരത്തിലുള്ള നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ അനായാസം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സിമുലേഷൻ. ത്രൂ ഗെയിംസ് ആൻഡ് സിമുലേറ്റേഴ്സ് ഡിജിറ്റൽ മീഡിയ ഓഫേഴ്സ് ലൈഫ് ലൈക്ക് ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ദാറ്റ് ആർ ഡ്രിവൺ ബൈ പ്രോഗ്രാംഡ് ആൽഗോരിതംസ്. നമ്മുടെ ജീവിക്കുന്നത് തന്നെ നവമാധ്യമങ്ങളിലാകുന്ന ഒരു അവസ്ഥ. എത്ര തന്നെ നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്താലും നമുക്ക് മടുപ്പ് വരുന്നില്ല, നവമാധ്യമങ്ങൾ യൂസ് ചെയ്യാൻ നമുക്ക് ഒരു മടുപ്പും വരുന്നില്ല. അപ്പോൾ നമ്മുടെ നിത്യജീവിതം എങ്ങനെയാണോ അതുപോലെ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധ്യമാകുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ സിമുലേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അഡ്വാൻറ്റേജ് എന്നുള്ളത് അതിന്റെ എഡ്യൂക്കേഷണൽ വാല്യൂ ആണ്. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്നു. ദെൻ വൈഡ് റീച്ച്, ഒരുപാട് ആളുകളിലേക്ക് ഒരേ സമയം അത് എത്തുന്നു. അപ്ഡേറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് അത് അന്നത്തെ ദിവസത്തെ അപ്ഡേഷൻസ് അറിയാൻ കഴിയും. ദെൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള ഒരു വേദി ലഭിക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ ഒരു പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതാൻ വളരെ എണ്ണപ്പെട്ട ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നാൽ ഇന്ന് ഒരു ഫേസ്ബുക്ക് പേജുള്ള ഏതാൾക്കും എത്ര വലിയ വിഷയത്തിലും അഭിപ്രായം അറിയിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കാരണം ഈ പറയപ്പെട്ട സേവനങ്ങൾക്കൊക്കെ വലിയ ചാർജ് ഒന്നും വരുന്നില്ല. വളരെ പരിമിതമായ ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചിലവേ വരുന്നുള്ളൂ. എന്നാൽ അതിനേക്കാൾ വലിയ റിസൾട്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നെഗറ്റീവ് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൈം കൺസ്യൂമിംഗ് ആണ്, പറയേണ്ടതില്ല. ഒരുപാട് സമയം നമ്മൾ അതൊന്ന് ചെലവഴിക്കേണ്ടി വരുന്നു, നമ്മളതിന് അഡിക്റ്റഡ് ആയി പോകുന്നു. ദെൻ ഫേക്ക് ന്യൂസുകൾ ധാരാളമുണ്ട്. പിന്നെ സെൻസർഷിപ്പിന്റെ പ്രശ്നം, പലപ്പോഴും ഇത്തരത്തിലുള്ള പല കണ്ടന്റുകളും സെൻസർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, എന്നാൽ അത് സെൻസർ ചെയ്യപ്പെടാതെ വാർത്തകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളൊരു വിഷയം. ദെൻ പ്രൈവസി കൺസേൺസ് ആണ് പിന്നീട് വരുന്ന ഒരു കാര്യം. ആളുകളുടെ സ്വകാര്യതയ്ക്ക് പലപ്പോഴും ഭംഗം വരുന്നു. നമ്മുടെ സൈബർ ഡാറ്റ ഒക്കെ പലപ്പോഴും ഹാക്ക് ചെയ്യപ്പെടുന്നു. അത്തരം വിഷയങ്ങളൊക്കെ ഡിജിറ്റൽ മീഡിയയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. കുറച്ച് ലെങ്തി ആയ ഒരു ചാപ്റ്റർ ആയിരുന്നു. കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? ആ സെൻസർഷിപ്പിന്റെ അഭാവം എന്താ സാർ? എങ്ങനെയാണ് ഇവിടെ സെൻസർഷിപ്പ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പത്രത്തിൽ നിന്ന് നിരന്തരമായിട്ട് ഇപ്പൊ ഒരു വാർത്ത തെറ്റായിട്ട് അല്ലെങ്കിൽ ഒരു വർഗീയതക്ക് കാരണമാകുന്ന വാർത്തക്ക് വന്നു കഴിഞ്ഞാൽ ആ പത്രത്തെ നമുക്ക് നിരോധിക്കാൻ പറ്റും, നിമിഷ നേരം കൊണ്ട് നിരോധിക്കാൻ പറ്റും. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പേജ് അത്തരം കണ്ടന്റ് നൽകി കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടന്റ് റിപ്പോർട്ട് ചെയ്ത് ആ റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചെന്ന് വിചാരിക്കാം, അടുത്ത സെക്കൻഡിൽ തന്നെ വീണ്ടും ആ ഒരു കണ്ടന്റുള്ള അടുത്ത പേജ് തുടങ്ങാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് സെൻസർഷിപ്പ് നടക്കാതെ, സെൻസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് അത് പുറത്തേക്ക് പോകാൻ പാടുള്ളതാണോ അല്ലേ എന്ന് ഗവൺമെന്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ അതിനെ വാലിഡേറ്റ് ചെയ്യുന്ന പ്രക്രിയക്കാണ് നമ്മൾ സെൻസർ എന്ന് പറയാം. സെൻസർ ബോർഡ് എന്നൊക്കെ പറയുമല്ലോ. ഒരു സിനിമ ആ രംഗം ചിലത് കട്ട് ചെയ്യാൻ സെൻസർ ബോർഡ് പറയും, കാരണം അത് ഒന്നെങ്കിൽ വർഗീയതക്ക് കാരണമാണ്, അല്ലെങ്കിൽ അതിൽ സെക്ഷൽ കണ്ടന്റ് ഉണ്ട്, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാ ടൈമും സെൻസർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു നെഗറ്റീവ് സൈഡ് സൂചിപ്പിച്ചു നോക്കാം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ അത് കുറച്ച് വിശദീകരണം ആവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ നേരെ
5th യൂണിറ്റിലേക്ക് കടക്കാനുണ്ട്. 6 മണി ആവാറായി. 5th യൂണിറ്റിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല, സിമ്പിൾ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പറഞ്ഞ് തൽക്കാലം കൺക്ലൂഡ് ചെയ്യാം. രാത്രിയിലത്തെ സെഷനിൽ പറയാൻ പോകുന്ന ചില ചാപ്റ്റേഴ്സ് ഒക്കെ ചെറുതാണ്, ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. അപ്പോൾ ആ ഒരു യൂണിറ്റ് കൂടി നമുക്ക് കവർ ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി ആകെ 5 മിനിറ്റേ ഉള്ളൂ. ആ 5 മിനിറ്റിൽ പറയാൻ പറ്റിയ ഒരു യൂണിറ്റ് ആണ് നമ്മുടെ ലാസ്റ്റത്തെ യൂണിറ്റ് ആയിട്ടുള്ള റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊരു റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ട് വിശദീകരണം വേണ്ടി വരില്ല. 4th യൂണിറ്റ് നമുക്ക് ഇന്ന് രാത്രി ഡിസ്കസ് ചെയ്യാം. ആ ഡിസ്കഷൻ ഇന്ന് തുടങ്ങാം. അടുത്ത യൂണിറ്റിൽ 2-3 ചാപ്റ്റർ വളരെ സിമ്പിൾ ആയതുണ്ട്, അപ്പോൾ അതിനധികം സമയം എടുക്കില്ല. അപ്പോൾ ഒരു മാസ് മീഡിയയെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? ഒരു വിഷയത്തിന്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ബാക്കിയൊക്കെ അതിനെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ നോക്കിയാൽ മതിയാവും. ഓക്കെ, 5th ഇതിൽ വരുന്നത് മാസ് കമ്മ്യൂണിക്കേഷന്റെ പങ്കും അതിന്റെ പ്രവർത്തനങ്ങളാണ്, റോളും അതുപോലെ തന്നെ ഫങ്ഷൻസും. അപ്പോൾ 3 റോളും 7 ഫങ്ഷൻസും പറയുന്നുണ്ട്. അപ്പൊ ആ റോള് നോക്കുക. ഈ സംഗതി നമ്മൾ ചിലപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതേ മോഡലില് കമ്മ്യൂണിക്കേഷന്റെ 3 ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ടു ഇൻഫോം, ടു പെർസ്യൂഡ് ആൻഡ് ടു മോട്ടിവേറ്റ്. ഒരു കാര്യം ഒരാളെ അറിയിക്കുക, ബോധ്യപ്പെടുത്തുക, പ്രചോദിപ്പിക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് വിൽബർ ഷ്രാം എന്ന് പറയുന്ന ഒരു സ്കോളർ, അദ്ദേഹമാണ് ഇങ്ങനെ 3 ധർമ്മമാണ് ഉള്ളത് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 2 ആളുടെ പേര് പഠിക്കാനുണ്ട്. മാസ് മീഡിയയുടെ റോൾസിനെ കുറിച്ച് പറഞ്ഞത് വിൽബർ ഷ്രാം ആണ്, ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞത് ചാൾസ് റൈറ്റ് ആണ്. ആ 2 ആളുടെ പേരും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ വിൽബർ ഷ്രാം ആണ് 3 എണ്ണമാണെന്ന് പറഞ്ഞത്. ഒന്ന് ടു ഇൻഫോം, ഒരാളെ ഒരു കാര്യം അറിയിക്കുക, സാമൂഹികപരമായ, രാഷ്ട്രീയപരമായ, സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ജസ്റ്റ് അറിയിക്കുക. അതിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരിക്കും. ആളുകളെ എപ്പോഴും ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായ വിവരം നൽകുക എന്നുള്ള ഒരു അർത്ഥത്തിൽ അങ്ങനത്തെ ഒരു പങ്ക് മാസ് മീഡിയക്ക് ഉണ്ട്. അടുത്തൊരു പങ്കാണ് ടു ഇൻസ്ട്രക്ട് എന്നുള്ളത്. ഒരു കാര്യത്തെ എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ട് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ മീൻസ് നമ്മൾ എന്താ കാര്യം നിർദ്ദേശം നൽകുക എന്നൊക്കെ പറയുള്ളൂ. എഡ്യൂക്കേഷൻ ഒക്കെ പോലെയുള്ള പ്രവർത്തനം കേവലം അറിയിക്കുക മാത്രമല്ല, കുറച്ചുകൂടി നിർബന്ധിത സ്വഭാവത്തിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടൊരു സംഗതി കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിന് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയാം, മാർഗനിർദ്ദേശം കൊടുക്കുക എന്നുള്ളതൊക്കെ. ഇത് കേവലം അറിയിക്കലാണ്, ഇതൊരു മാർഗനിർദ്ദേശമാണ്. എഡ്യൂക്കേഷൻ ഒക്കെ ഈ ഒരു പരിധിയിലാണ് വരിക. ഇപ്പോൾ നമ്മുടെ കൊറോണ സമയത്തൊക്കെ വിക്ടേഴ്സ് ചാനൽ വഴിയാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ പഠിച്ചിരുന്നത്. വിക്ടേഴ്സ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ വഴിയാണ്. അപ്പോൾ ആ ചാനൽ നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചത്? കേവലം വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം, അതായത് പൊതുജനങ്ങളെ കൂടുതൽ ലിറ്ററേറ്റ് ആക്കുക, അവരുടെ സാക്ഷരതയ്ക്ക് വേണ്ടി, സ്കിൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട്, അതായത് ഇൻസ്ട്രക്ഷൻ എന്നുള്ള ആവശ്യത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന സംഗതിയാണ് ടു പാർട്ടിസിപ്പേറ്റ് എന്നുള്ളത്, അതായത് പങ്കാളിത്തം ഉറപ്പാക്കാൻ, പൊതുജനങ്ങളെ കൂടുതൽ സാമൂഹിക പ്രക്രിയയുടെ ഭാഗമാക്കാൻ, ജനാധിപത്യത്തിന്റെ ഭാഗമാക്കാൻ, പല ഡിസ്കഷൻസിലും ഡിബേറ്റിലും ഒക്കെ ഭാഗമാക്കാൻ, പൊതുജനങ്ങളെ കൂടുതൽ രാഷ്ട്രീയ ബോധമുള്ളവരാക്കാൻ, അവരെ കൂടുതൽ പങ്കാളിത്തം നൽകുക എന്നുള്ളത് പ്രധാനമാണ്. ആ ഒരു പ്രവർത്തനവും മാസ് മീഡിയ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പോയിന്റ്. ടു ഇൻഫോം, ടു ഇൻസ്ട്രക്ട്, ടു പാർട്ടിസിപ്പേറ്റ്, ആ 3 വാക്ക് ആലോചിച്ച് വെച്ചാൽ മതി, സുഖമായിട്ട് നിങ്ങൾക്ക് വിശദീകരിക്കാവുന്നതാണ്. മലയാളത്തിൽ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് അറിയാൻ മലയാളം നോട്ട്സ് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ കൂടുതൽ പറയാനുള്ള സംഗതിയാണ് റോൾ ഓഫ് മീഡിയ ആൻഡ് ഡെമോക്രസി. ഒരു ചാപ്റ്റർ തന്നെ അതിൽ വരുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ വിശദീകരിക്കാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ അവിടെയുള്ള പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് അവരുടെ അവകാശങ്ങളും മറ്റുമൊക്കെ തുറന്നു പറയാനുള്ള അവസരം വേണം. അപ്പോൾ അതിന് ദൃശ്യത കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ മാസ് മീഡിയ സഹായകമാകണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അതിനെ 4th എസ്റ്റേറ്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിന് 3 തൂണുകളാണുള്ളത്. 3 തൂണാണുള്ളത്. 3 തൂണെന്ന് പറയുമ്പോൾ ഒന്ന് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. ഇത് നിയമം ഉണ്ടാക്കുന്ന MLA-മാർ, MP-മാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലെജിസ്ലേച്ചർ. അതുപോലെ തന്നെ ഇപ്പോൾ IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ്, അങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അടങ്ങുന്ന എക്സിക്യൂട്ടീവ്, പിന്നെ കോടതി സംവിധാനം. ഈ 3 കാര്യങ്ങളാണ് ഒരു ജനാധിപത്യ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുക. എന്നാൽ 4മതൊരു സംവിധാനം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ആരാണ്? അത് മാധ്യമങ്ങളാണ് എന്ന് പറയപ്പെടാറുണ്ട്. അത്രത്തോളം ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ഗവൺമെന്റിന്റെ കാര്യങ്ങൾ വിലയിരുത്താൻ, അതിനെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കാൻ, പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ, അതിനൊക്കെ മാസ് മീഡിയ ഒരു വലിയ സാധ്യതയാണ്. അപ്പൊ ഡെമോക്രസിയിലുള്ള ഒരു പങ്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു ചാപ്റ്റർ അടുത്ത ഇന്ന് രാത്രി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ചിലതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ ഇതിൽ നമ്മൾ നേരത്തെ ഫങ്ഷൻസ് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചാൾസ് റൈറ്റിന്റെ ഇത് പ്രകാരം ഈ 7 നേരത്തെ നമ്മൾ പഠിച്ചത് പൊതുവെ പറയപ്പെടുന്ന ഒരു 7 പോയിന്റുകളാണ്. ചിലതിലൊരു മാറ്റം ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ നേരെ ഫങ്ഷൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 7 എഴുതാം. ഇനി ഇതാണ് ഓർമ്മയിലുള്ളത് എന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ചാൾസ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 7 എഴുതാം, തെറ്റൊന്നുമില്ല. അപൂർവമായിട്ട് മാത്രമേ ചാൾസ് റൈറ്റ് പറഞ്ഞ 7 ഫങ്ഷൻസ് ഏതാണെന്ന് ചോദിക്കുള്ളൂ, സാധ്യത കുറവാണ്.
അപ്പൊ ഏതാണ് നമുക്ക് പഠിക്കാൻ എളുപ്പം വിശദീകരിക്കാൻ എളുപ്പമുള്ളത് നോക്കുക, അതങ്ങനെ പഠിച്ചു വെക്കുക. ഇതാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഈ 7 കൃത്യമായിട്ട് എഴുതണം. ചാൾസ് റൈറ്റ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന സംഗതി പഠിച്ചു വെക്കലായിരിക്കും നല്ലത്. ഒന്നാമത്തെ നിരീക്ഷണ ശേഷി തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു CCTV പോലെ വർക്ക് ചെയ്യുന്ന സംഗതിയാണ് മാസ് മീഡിയ എന്നുള്ളത്. പിന്നെ അതിന്റെ പാരസ്പര്യത്തെ കുറിച്ചും പറഞ്ഞു. അതായത് ഒരു വാർത്ത പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പല ഏജൻസികളുടെ വാർത്തകൾ ഒരേ സമയം ലഭിക്കുന്നു. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് വിലയിരുത്തിക്കൊണ്ട് നമുക്കൊരു ഒരു സത്യത്തിലേക്ക് എത്താനും മറ്റുമൊക്കെ പറ്റും. ദെൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, മീഡിയകൾ ഒരു അജണ്ടയുടെ പുറത്താണ് പ്രവർത്തിക്കാറുള്ളത്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പല കണ്ടന്റുകൾ തമ്മിലുള്ള പാരസ്പര്യം അത് വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നുള്ള വിഷയം. ദെൻ സെൻസേഷനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വികാരവൽക്കരണം എന്നൊക്കെ മലയാളത്തിൽ പറയാം. അതായത് ഒരു വൈകാരികമായിട്ടൊരു സംഗതിയെ സമീപിക്കുക. അപ്പൊ ഉദാഹരണത്തിന് വളരെ നമ്മളെ വല്ലാതെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില പ്രയോഗങ്ങൾക്ക്, ഇപ്പോൾ ഇഫ് ഇറ്റ് ബ്ലീഡ്സ് ഇറ്റ് ലീഡ്സ് എന്നുള്ളത്. ബ്ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പൊ രക്തം കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ തുടങ്ങിയിട്ടുള്ള. അപ്പൊ അത് ഈ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും സമരങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ മാസ് മീഡിയയിലൂടെ ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം മോട്ടോസ് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഈ ഒരു സംഗതി നമ്മുടെ വികാര ബുദ്ധിയെ വല്ലാതെ അത് ചൂഷണം ചെയ്യുന്നുള്ളതാണ്. ദെൻ അത് പോസിറ്റീവായിട്ടും ഉപയോഗിക്കാം, നെഗറ്റീവായിട്ടും അതിന് ഉപയോഗിക്കാവുന്നതാണ്. നാലാമത്തതാണ് എന്റർടൈൻമെന്റ് എന്നുള്ളത്, നേരത്തെ പറഞ്ഞതാണ്. ദെൻ ട്രാൻസ്മിഷൻ, അതായത് സാംസ്കാരികപരമായിട്ടും നമ്മുടെ ശീലങ്ങളും മറ്റൊക്കെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളൊരു ഘടകം. ദെൻ മൊബിലൈസേഷൻ, നമ്മൾ പറഞ്ഞ ആളുകളെ ഒരുമിച്ച് നിർത്താൻ പറ്റുന്നു. പിന്നെ ഇപ്പോൾ പ്രളയം നടന്ന സമയത്ത്, ഈ അവസാനത്ത് വയനാട് ദുരന്തം സംഭവിച്ചപ്പോഴൊക്കെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിനും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും സന്നദ്ധ സേവന സംഘടനകൾക്കും ഒക്കെ കൈമാറിയത്. അതൊക്കെ അന്ന് മാസ് മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ടായിരുന്നു. ജസ്റ്റ് ഒരു പോപ്പുലർ ഫിഗർ എന്ത് ചെയ്യുന്നു, ഒരു പോസ്റ്റ് ഇടുന്നു, ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ ആരംഭിക്കുകയാണ്, നിങ്ങൾ സഹകരിക്കണം എന്ന് പറയും. അങ്ങനെ സഹകരിച്ചവരൊക്കെ അവർ പോസ്റ്റ് ഇടാൻ തുടങ്ങും. അങ്ങനെ അതൊരു ട്രെൻഡായി മാറും. ആളുകളൊക്കെ അവരുടെ സമ്പാദ്യങ്ങൾ കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ മാസ് ഫണ്ട് റേസിങ്ങിനൊക്കെ സഹായകമായിട്ടുണ്ടെന്നുള്ള വിഷയം. ദെൻ വാലിഡേഷൻ, ഇപ്പോൾ നിലവിലുള്ള പല സാമൂഹിക ക്രമങ്ങളെ അത് വാലിഡേറ്റ് ചെയ്യാൻ, അത് അതിന്റെ ശരിതെറ്റുകൾ വിലയിരുത്താനൊക്കെയുള്ള ഒരു ശേഷി, അതായത് സംഗതിയുടെ ഒരു വിഷയം സാധൂകരിക്കുന്നതിനുള്ള ശേഷി, അതാണ് മറ്റൊരു ഫംഗ്ഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഒരു പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ അത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഉള്ള 2 ഫംഗ്ഷൻസ് എഴുതാവുന്നതാണ്. ഞാൻ 3 റോൾസ് ഓഫ് മാസ് മീഡിയ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വിശദീകരിച്ച് എഴുതാൻ 5 മാർക്കിന് ചോദിക്കാം. ചിലപ്പോൾ 5 മാർക്കിന് ഏത് രൂപത്തിലും ഈ ഫംഗ്ഷൻസ് എഴുതി 7 കൂട്ടിയിട്ട് ഒരു 5 മാർക്കിന് എഴുതാൻ ഒരു പക്ഷേ അങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ റോളും ഫംഗ്ഷനും കൂടി എസ്സേ ചോദിക്കാം. എങ്ങനെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്രയാണ് ഇപ്പോൾ ചാപ്റ്റർ ഉള്ളത്. നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. 4 യൂണിറ്റുകൾ നമ്മൾ കവർ ചെയ്തു. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന, അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഒരു വിശ്വാസം. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ഇത്രയും ഏരിയാസ് ഒക്കെ നല്ല തറവാക്കിയിട്ട് പോവുക. എന്തായാലും അതിൽ നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ വരലുണ്ട്. അപ്പൊ ഇനി ടഫ് ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് വല്ലാതെ സഹായിക്കും. അപ്പൊ അത് ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ തറവായിട്ട് പഠിക്കാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോ 2 ടൈപ്പില് ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ പഠിച്ചില്ലേ? ഫസ്റ്റ് നേരത്തെ ഒരു ചാപ്റ്റർ, ഇപ്പോഴത്തെ ഒരു ചാപ്റ്റർ പഠിച്ചല്ലോ. അത് ആദ്യത്തെ ചാപ്റ്ററിൽ ആര് പറഞ്ഞതാ? അപ്പൊ നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻ മനസ്സിലാവും. ആദ്യത്തെ ചാപ്റ്ററിൽ ആരതാ? അത് മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ അവിടെ. അവിടെ ജസ്റ്റ് ഏതെഴുതിയാലും കുഴപ്പമുണ്ടാവില്ല. ഇല്ല, ഏത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ പ്രത്യേകിച്ച് ചാൾസ് റൈറ്റിന്റേത് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ നിങ്ങൾ ഇപ്പൊ ഈ പഠിച്ചത് പഠിക്കലായിരിക്കും. അപ്പൊ അത് എഴുതുമ്പോൾ അക്കോർഡിംഗ് ടു ചാൾസ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. ഈ 7 എഴുതിയാൽ മതി. അപ്പൊ ഒന്നും കൂടി നല്ല ഒരു അടിപൊളി ആൻസർ ആയിട്ട് അത് മാറും. എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആവുക എന്നുള്ളത്. മറ്റേ സ്ഥലത്ത് എനിക്ക് തോന്നുന്നത് ടെക്സ്റ്റ് ബുക്ക് എഴുതിയ കമ്മിറ്റിയുടെ തയ്യാറാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സോഷ്യൽ ബോണ്ടിങ്, മൊബിലൈസേഷൻ ഇതൊക്കെ സെയിം സംഗതിയാണ്. അതിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി ബെറ്റർ നിങ്ങൾ ഈ 7 പഠിക്കലായിരിക്കും. അതാകുമ്പോൾ ഒരു കൃത്യമായിട്ടൊരു സ്കോളറുടെ വെച്ചിട്ട് നമുക്ക് അത് ഒതന്റിക് ആയിട്ട് പറയാൻ പറ്റും. ആധികാരികമായിട്ട് 7 എന്നുള്ള ആ സ്കോളറെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ കൊണ്ട് ഈ 7 പഠിക്കലായിരിക്കും കൂടുതൽ മെച്ചപ്പെട്ടൊരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ വല്ലാതെ ഇങ്ങനെയൊക്കെ പഠിച്ചു പോകും. ചിലപ്പോൾ 2 മാർക്കിനാവും ചോദിക്കുക ഏതെങ്കിലും 2 എഴുതാനൊക്കെ. ചിലപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മിസ്സാക്കണ്ട. ആകെ 7 വാക്കാണ് പഠിക്കാനുള്ളത്, വിശദീകരണം പഠിക്കാനില്ല അതിലൊന്നും. ഈ ഒരു ബ്ലോക്കിൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു 3-ാമത്തെയും 4-ാമത്തെയും ചാപ്റ്ററാണ് കുറച്ചധികം പഠിക്കാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ആയി എണ്ണി പോവുക. എത്ര ഫംഗ്ഷനാണ് ഉള്ളത്, എത്ര ഡിസ്ഫംഗ്ഷനാണ് ഉള്ളത്,
ഏതൊക്കെയാണ് റോള്, അതുപോലെ തന്നെ മാസ് മീഡിയയുടെ 2 ഡെഫിനിഷൻ പഠിച്ചു പോവുക, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് 8 എണ്ണം എന്നുള്ളത് പഠിക്കുക എന്നല്ലാതെ എന്ത് ചെയ്യാനില്ല, ഇങ്ങനെ തലപോക്കാൻ മാത്രമുള്ളതില്ല. അപ്പൊ ഓരോ പാഠത്തിനും അത് അർഹിക്കുന്ന സമയം മാത്രം കൊടുക്കുക. ഒരിക്കലും മണിക്കൂർ നേരമൊക്കെ ഈ ചെറിയ ചാപ്റ്റേഴ്സിന്റെ പുറത്ത് കളയരുത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതിനാണ് നമ്മൾ റിവിഷൻ നടത്തുന്നത്. റിവിഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ, നിങ്ങളുടെ വീക്ക് ഏരിയ, എത്രയൊക്കെ പഠിച്ചാൽ എത്രയൊക്കെ സ്കോർ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ധാരണ കിട്ടും ഓരോരുത്തരുടെ ടെസ്റ്റിനനുസരിച്ചിട്ട്. പിന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള ദിവസം വർക്ക് ചെയ്താൽ മതി. നമുക്ക് അവസാനിപ്പിച്ചാലോ? ഓക്കെ, എന്തായാലും 24 ആളുകൾ വരെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് നന്ദി. ഈ ഒരു സമയത്ത് നിങ്ങൾ അവൈലബിൾ ആണ് എന്നുള്ളതിന്. ടൈം മാറ്റാൻ പറ്റുമോ? എങ്ങനെ രാത്രി 8 മണി എന്നുള്ള ടൈമേ ടൈം എപ്പോഴത്തേക്കാ മാറ്റിയ? എനിക്ക് 8 മണിക്ക് വേറൊരു കാറ്റഗറിയിലെ ക്ലാസ് ഉണ്ട്. അപ്പൊ ഒരു 8:30 ഒക്കെ ആകുമ്പോ തുടങ്ങാൻ മതിയോ? എല്ലാരും അഭിപ്രായം നോക്കിയിട്ട് മതി. ഇപ്പോ സാറ് ഇപ്പൊ അധികം ലേറ്റ് ആക്കിയാല് എൻഡ് ചെയ്യുമ്പോ ലേറ്റ് ആവൂലേ? ഇങ്ങനെ ടൈം ലേറ്റ് ആയാല് അത് എൻഡ് ചെയ്യുന്ന സമയം ലേറ്റ് ആവുമല്ലോ. പിന്നെ ഇന്നലെ തുടങ്ങിയപ്പോ 7:30 തുടങ്ങുന്നു. ഏർലി സ്റ്റാർട്ട് ചെയ്യാം. അത് 7:50 7:30 തുടങ്ങാൻ സ്റ്റാർട്ട് കാരണം ചെയ്തിട്ട് ഇപ്പൊ എന്തായാലും ആളുകൾ ഇപ്പൊ ലീവ് ചെയ്യുള്ളൂ. പിന്നെ അവർക്കൊന്ന് ഒന്ന് ഫ്രഷ് ആയി തിരിച്ചു വരാൻ ഉള്ള ഒരു ടൈം വേണം. പിന്നെ പേഴ്സണലി ഇപ്പൊ എന്റെ സൗണ്ട് ഇപ്പൊ തന്നെ പോയിട്ടുണ്ട്, ഒന്ന് റിട്ടേൺ വരാനുള്ള ടൈം വേണം. 7:30 എടുക്കുന്നതുകൊണ്ട് തടസ്സമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എല്ലാവരുടെയും ഒരു ഇത് പരിഗണിച്ചിട്ടാണ് ആക്കിയത്. ഒരു 8 to 9 ഉള്ളിൽ ഇന്നലത്തെ സമയത്ത് തന്നെ നമ്മളത് അവസാനിക്കും. 7 to ഇനി നമുക്കൊരു 6 ചാപ്റ്റേഴ്സാ പറയാനുള്ളത്. ഒരു 1-2 ചാപ്റ്റർ ജസ്റ്റ് ഇങ്ങനെ സ്കിപ്പ് അടിച്ച് വിടാനുള്ളതേ ഉള്ളൂ, അധികം പഠിക്കാനുള്ളതില്ല. അപ്പോ നമ്മൾ മൊത്തത്തിൽ എല്ലാവരുടെയും നോക്കിയിട്ടാണ് ആ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുള്ളത്. തൽക്കാലം ഇപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തോളൂ. പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അഥവാ മിസ്സായാലും നമുക്ക് അതിന്റെ റെക്കോർഡ് ഉണ്ട്. ഇപ്പോ വൈകി വരുന്നവർ എന്ത് ചെയ്യണ്ട, ഇത്രയും സമയം പോയല്ലോ വെച്ചിട്ട് വരാതിരിക്കണ്ട. എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ ജോയിൻ ചെയ്യുക, ബാക്കിയുള്ളത് കേൾക്കുക. 1-2 യൂണിറ്റ് മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് റെക്കോർഡ് ഉപയോഗിച്ചിട്ടോ, ഞങ്ങളുടെ റെക്കോർഡർ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, കുറച്ച് ലെങ്ത് തന്നെയുള്ള, അത് കേൾക്കണമെങ്കിൽ അങ്ങനെ കേൾക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കുകയും ചെയ്യാം. ഇപ്പൊ തൽക്കാലം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.